മോഷനിൽ രക്തം കണ്ടു. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നു ഇത് പൈൽസ് മാത്രമാണ്. മലദ്വാരത്തിലൂടെ ബ്ലഡ് വന്നാൽ അത് പൈൽസാണ്. അത് എല്ലാവരും ഒരു കൺഫേം ഡയഗ്നോസ് ആണ്. യൂഷ്വലി നമുക്ക് ഒരുപാട് കാരണങ്ങൾ കൊണ്ട് മലബന്ധം വരാം. പക്ഷേ മലബന്ധത്തിന്റെ ഞാൻ കാണുന്ന നമ്മുടെ ഒ പി കാണുന്നതിൽ ഏറ്റവും കൂടുതൽ ഡയറ്റിന്റെ പ്രശ്നം കൊണ്ടാണ്. പ്രിഫറബിളി ഡിന്നർ കുറച്ച് നേരത്തെ ആക്കുക. ഒരു 7 to 8, 7 തൊട്ട് 8-നുള്ളിൽ വളരെ ലൈറ്റ് ആയിട്ട് ഒരു ഡിന്നർ എല്ലാം കഴിച്ചതിന് ശേഷം ഒരു 2 മണിക്കൂറെങ്കിലും കഴിഞ്ഞതിന് ശേഷം മാത്രം കിടക്കുക എന്നുള്ളതാണ്. അതിപ്പം ബേസിക്കലി നമ്മൾ എല്ലാ ദിവസവും ഒരു പ്രാവശ്യമെങ്കിലും കേൾക്കുന്ന ഒരു കാര്യമായിരിക്കും, എന്താണ്, എരിവ് കഴിച്ചത് കൊണ്ടാണ് സാറേ ഇവൻ ഈ അൾസർ വന്നതെന്ന് പറയും. എന്ത് അച്ചാറ്, മുളക്, എരിവ് എന്നും എരിവാണ്. എരിവ് കഴിച്ചത് കൊണ്ട് അൾസർ വന്ന എത്ര പേരെ ഡോക്ടർ ചേർന്ന് അറിയും? അല്ലെങ്കിൽ എരിവ് കഴിച്ചാൽ അൾസർ വരുമോ? എരിവ് കഴിച്ചാൽ അൾസർ ഒന്നും വരത്തില്ല. പക്ഷേ ഈ അസ്വസ്ഥതകളുണ്ടാകും. ആസിഡിറ്റി കൂടുന്നതിൻ്റെ വയറിൻ്റെ പുകച്ചിലെ അസ്വസ്ഥതകളൊക്കെയാണ്. പക്ഷേ അൾസർ ഉണ്ടാക്കാനുള്ള സാധ്യതയില്ല. അത് മെയിൻ ഫാക്ടർ. ഇപ്പോൾ അൾസർ ഉണ്ടാകുന്ന പറഞ്ഞ പോലെ ഈ ഇൻഫെക്ഷൻ, H. pylori റിലേറ്റഡ് ഇൻഫെക്ഷൻസും ഈ മരുന്നുകൾ കഴിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അങ്ങനെയൊക്കെ വരുന്നതേ ഉള്ളൂ. ഇപ്പോൾ സാധാരണഗതിയിൽ എരിവ്, പുളി, മസാല എന്നിങ്ങനെയുള്ള സാധനങ്ങൾ കഴിച്ചത് കൊണ്ട് ആർക്കും അൾസർ വരണമെന്നൊന്നുമില്ല. അൾസർ വന്ന ഒരാൾ ഈ പറഞ്ഞ പോലെ എരിവും പുളിയും മസാലയൊക്കെ തിന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വയറിന് അസ്വസ്ഥതയാണ്. നമ്മുടെ വയറ് പ്ലാസ്റ്റിക് അല്ല, അല്ലേ? നമ്മുടെ വയറ് മസിലുകളും അല്ലെങ്കിൽ പേശികളും ഞരമ്പുകളും ഒക്കെ ഉള്ളൊരു സ്ട്രക്ചറാണ്. അപ്പോൾ അതിലേക്ക് ചെല്ലുന്ന സാധനങ്ങൾ അത് ജനറലി സെൻസ് ചെയ്യും. അതേപോലെ തന്നെ നമ്മൾ കോമൺ ആയിട്ടും വരുന്നത് എല്ലാ ദിവസവും വയറ്റിൽ നിന്ന് പോകണോ? അതൊരു കോമൺ ചോദ്യമാണ്. എല്ലാ ദിവസവും വയറ്റിൽ നിന്ന് പോയാലല്ലേ ശരിയാവുള്ളൂ, അല്ലെങ്കിൽ പോയില്ലെങ്കിൽ ബുദ്ധിമുട്ട്, ഒരു ദിവസം പോയില്ലെങ്കിൽ ബുദ്ധിമുട്ടായെന്ന് പറഞ്ഞുകൊണ്ട് പല മരുന്നുകളും ട്രൈ ചെയ്യുന്ന ആൾക്കാരുണ്ട് പോകാത്തതിന്. അത് ഓരോരുത്തരുടെ ശരീരപ്രകൃതി അനുസരിച്ചാണ്. ബിക്കോസ് അത് ചിലപ്പോൾ ചിലർക്ക് ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് പോകുന്ന അവർക്ക് നോർമലാണ്. ബിക്കോസ് അവരുടെ ബോഡി അത് യൂസ്ഡ്. അപ്പോൾ കുടൽ അത്രയും ഒരു വികസിച്ച് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ മീൻസ് അങ്ങനെ പോയാൽ മതി. എസ്പെഷ്യലി പിള്ളേരാണ് ഈ ഹാബിച്വൽ കോൺസ്റ്റിപ്പേഷനാണ് പിള്ളേർക്ക്. അങ്ങനെ അത് യൂസ്ഡ് ആയി ചെറുപ്പത്തിൽ തൊട്ട് യൂസ്ഡ് ആയി വരുന്നതാണ്. അപ്പോൾ അതൊന്നുമില്ല, ദാറ്റ് ഈസ് ഓക്കെ. ഓരോരോ വ്യക്തി അനുസരിച്ച് ഡിപ്പെൻഡ്സ്. അതെ, അതായത് എല്ലാ ദിവസവും പോകണമെന്ന് നിയമമൊന്നുമില്ല. പക്ഷേ പോകുമ്പോൾ ബുദ്ധിമുട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കോൺസ്റ്റിപ്പേഷനായി മാറി. അതായത് 2 ദിവസവും 3 ദിവസവും കൊടുക്കുമ്പോൾ ഭയങ്കര മുക്കി കഷ്ടപ്പെട്ട് ചോരയൊക്കെ പോകുന്നതിനെ നമുക്ക് പ്രശ്നമില്ല എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ 2 ദിവസം കൂടുമ്പോഴാണെങ്കിലും 3 ദിവസം കൂടുമ്പോഴാണെങ്കിലും നോർമലി ആണ് സ്റ്റൂൾ പോകുന്നത്, അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ്റെ വേറെ ബുദ്ധിമുട്ടില്ലെങ്കിൽ അതിനെ നമ്മൾ ഇത് ചെയ്യേണ്ട കാര്യമില്ല. ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്ന നമ്മുടെ ഡയറ്റാണ്. പക്ഷേ പൊതുവേ നമ്മൾ കേരളക്കാർ അല്ലെങ്കിൽ മലയാളികൾ നമ്മൾ കൂടുതലും നല്ല ഫൈബർ റിച്ച് ഡയറ്റാണ് നമ്മുടെ ഭക്ഷണത്തിന്റെ ഭാഗമായി വരുന്നത്. അത് കഴിച്ചാൽ അല്ല, അത് കറക്റ്റാണ്. പക്ഷെ നമ്മളൊരു വെസ്റ്റേൺ പോപ്പുലേഷൻ എടുത്താൽ അവർക്ക് 72 മണിക്കൂർ കൂടുമ്പോൾ പോയാൽ മതി. അവർക്കതൊരു പ്രശ്നമേ അല്ല. അവരുടെ ഡയറ്റ് അങ്ങനെയാണ്, അല്ലെങ്കിൽ അവർ കൺസ്യൂം ചെയ്യുന്ന ഫുഡിന്റെ അളവും ഒക്കെ അതേപോലെയാണ്. അടുത്ത ചോദ്യം, ഭക്ഷണം കഴിച്ച ഉടനെ കിടക്കാവോ? ബേസിക്കലി ഇപ്പോൾ റിഫ്ലക്സ് ഉള്ള പേഷ്യൻസിനൊക്കെ ആണെങ്കിൽ നമ്മൾ ഐഡ്യൂക്കേറ്റ് ചെയ്യുന്നത് 2 hours ഭക്ഷണം കഴിഞ്ഞിട്ടോ ഡിന്നർ കഴിഞ്ഞിട്ടാണ് പോയി കിടക്കാൻ പാടില്ല. ബിക്കോസ് കഴിച്ചിട്ട് ഉടൻ തന്നെ കിടക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ലൈൻ ഡൗൺ പൊസിച്ചർ വെച്ച് നോക്കുകയാണെങ്കിൽ മേളോട്ട് കയറി വരാൻ സാധ്യത കൂടുതൽ. എസ്പെഷ്യലി ഹൈറ്റസ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ മസിൽ അത്രയും വീക്ക് ആയതുകൊണ്ട് അതിൽ കൂടി മേളോട്ട് വരാനുള്ള സാധ്യത നല്ല രീതിയിലുണ്ട്. സോ അതുകൊണ്ട് നമ്മൾ 2 hours പറയുന്നത്. അതിപ്പോൾ എല്ലാ പേഷ്യൻസും അങ്ങനെയൊന്നുമല്ല, മീൻസ് കൂടുതലും ഈ GRD ഉള്ള പേഷ്യൻസൊക്കെ നമ്മൾ അവിടെ പറയും 2 hours മിനിമം മെയിൻറ്റെയിൻ ചെയ്യണം. ആസിഡ് റിഫ്ലക്സ് ഉള്ളവർ ഉടനെ പോയി കിടന്നു കഴിഞ്ഞാൽ അവർക്ക് അത് കൂടാനുള്ള ചാൻസേ ഉള്ളൂ. സോ നമ്മൾ സാധാരണ അഡ്വൈസ് ചെയ്യുന്ന ഒരു സമയം പ്രിഫറബിളി ഡിന്നർ കുറച്ച് നേരത്തെ ആക്കുക. ഒരു 7 to 8, 7 തൊട്ട് 8-നുള്ളിൽ വളരെ ലൈറ്റ് ആയിട്ട് ഒരു ഡിന്നർ എല്ലാം കഴിച്ചതിന് ശേഷം ഒരു 2 മണിക്കൂറെങ്കിലും കഴിഞ്ഞതിന് ശേഷം മാത്രം കിടക്കുക എന്നുള്ളതാണ്. അതിപ്പം ഈവൻ ആസിഡ് റിഫ്ലക്സ് ഇല്ലാത്ത ആൾക്കാർക്കാണെങ്കിലും അതൊരു പ്രിഫറബിളി നല്ലൊരു സമയമാണ്. അതായത് ഒരു രാവിലെ 8 മണി തൊട്ട് രാത്രി 8 മണിക്കുള്ളിൽ ആഹാരങ്ങളൊക്കെ ഫിനിഷ് ചെയ്യുക, അതിനുശേഷം ഒരു 2 മണിക്കൂറിന് ശേഷം പോയി കിടക്കുക എന്നുള്ളത്. അപ്പം അതായിരിക്കണം ഒരു റുട്ടീൻ രീതി. അതൊരു പ്രോപ്പർ ദഹനമൊക്കെ നന്നായിട്ട് നടക്കാനായിട്ട് ഏറ്റവും നല്ല സമയം പ്രോബബ്ലി അതായിരിക്കും. ബേസിക്കലി ഞങ്ങളുടെ അടുത്ത് പേഷ്യൻസ് വരുന്നത് പ്രധാനമായിട്ട് ഈ ഗ്യാസ് എന്നുള്ള ഒരു ടെർമിനോളജിയാണ്. അപ്പോൾ അത് ഞങ്ങൾ ഡൈസെക്റ്റ് ചെയ്ത് അത് വയറുവേദനയാണോ പുകച്ചിലാണോ വയറ് കമ്പിക്കുന്നതാണോ, അതാണ് ഫസ്റ്റ് ഒരു ബുദ്ധിമുട്ടുള്ള ഭാഗം. അല്ല, ഇതിപ്പം ഒരു ജനറൽ പബ്ലിക്കിന് ആക്ച്വലി മനസ്സിലാവാനായിട്ട് നമ്മുടെ വയറിലുള്ള വൈറൽ ആസിഡ് ഇല്ലാത്ത ആരുമില്ല. എല്ലാവർക്കും ആസിഡ് വരണം. ഇന്ന സമയത്ത് നമ്മുടെ വയറിലേക്ക് ആസിഡ് വരും. സോ ഈ ആസിഡിൻ്റെ കണ്ടൻറ്റ് കൂടുതലായിട്ട് വരികയോ അല്ലെങ്കിൽ അത് നമ്മുടെ മേലോട്ട് അന്നനാളത്തിലോട്ട് റിഫ്ലക്സ് ചെയ്ത് വരുന്ന ഒരു സിമ്പിൾ കണ്ടീഷനാണ് ഈ ആസിഡ് റിഫ്ലക്സ് ഡിസീസ് അല്ലെങ്കിൽ ഗ്യാസ്ട്രോ ഇസോഫേജിയൽ റിഫ്ലക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കോമൺ സിംറ്റംസ് സാധാരണഗതിയിൽ നെഞ്ചരിച്ചിലും പുളിച്ചുതകട്ടലും മാത്രമാണ്. പക്ഷേ ഇതിൽ അല്ലാത്ത ഒരു സെറ്റ് ഓഫ് സിംറ്റംസ് ഉണ്ട്, അല്ലെങ്കിൽ ഇതല്ലാതെ വരുന്ന കുറച്ച് സിംറ്റംസ് ഉണ്ട് വേറെ ഡിപ്പാർട്ട്മെൻറ്റ്സിലേക്ക് പോകുന്നത്. ഉദാഹരണത്തിന് നമുക്ക് പിന്നെയും കോമൺ ആയിട്ട് വരുന്നുണ്ട് ഈ റെക്കറൻ്റ് ആയിട്ട് തൊണ്ട വേദന വരിക.
റെക്കറൻ്റ് ആയിട്ട് തൊണ്ടവേദന വരുന്നു, നമ്മൾ റുട്ടീൻലി പോകുന്നു, ചെറിയ കഞ്ചഷൻ ഉണ്ട്, റിപ്പീറ്റഡ് കോഴ്സ്, ഇവർ തന്നെ ഒരു തൊണ്ടവേദന വന്നാൽ റുട്ടീൻലി എടുക്കുന്ന ഒരു അസിത്രോമൈസിൻ ആൻറ്റിബയോട്ടിക്കുകൾ എടുക്കുക, അതാണ് കോമൺ ആയിട്ട്. കാരണം ഒരു നേരം കഴിച്ചാൽ മതി, 3 ദിവസം കഴിച്ചാൽ മതി എന്നുള്ളൊരു കൺസെപ്റ്റ്. ആൻറ്റിബയോട്ടിക് എടുക്കുക അല്ലെങ്കിൽ വേദന സംഹാരി, ഇത് പിന്നെയും വേഴ്സൺ ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഒരു ഏറ്റിപ്പിക്കൽ അല്ലെങ്കിൽ സാധാരണ കാണാത്ത സിംറ്റമാണ് ആസിഡ് റിഫ്ലക്സിൻ്റെ തൊണ്ടവേദന, ചുമ, കുത്തിയുള്ളൊരു ചുമ. ഇനി അതല്ലാതെ ഉണ്ട് ചേഞ്ച് ഇൻ വോയിസ്, ഒച്ച മാറുക, സൗണ്ട് മാറുക, ഇതിനെല്ലാം ആക്ച്വലി ഗ്യാസ്ട്രോയിലേക്ക് വരാറില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആസിഡ് റിഫ്ലക്സിൻ്റെ ടിപ്പിക്കൽ സിംറ്റംസ് ആൾക്കാർക്ക് അറിയാം, ഇത് നെഞ്ചരിച്ചിലും പുളിച്ചതായിട്ടുള്ള എന്നുള്ളത്. ഈ ഏറ്റിപ്പിക്കലായിട്ട് വരുന്ന സിംറ്റംസിലാണ് ആക്ച്വലി നമ്മളൊരു അവെയർനെസ് കൊടുക്കുമെങ്കിൽ കൊടുക്കേണ്ടത്. അതിൻ്റെ അകത്ത് ഈ തൊണ്ടവേദനയുണ്ട്, ഈ റെക്കറൻ്റ് ആയിട്ട് വരുന്ന ചുമയുണ്ട്, മാറാതെ നിൽക്കുന്ന ചുമ, കഫം ഇല്ലാത്ത ചുമ. ഇനി അതേപോലെ തന്നെ ചില ആൾക്കാർക്കുണ്ട് അതിൻ്റെ ഭാഗമായി സൈനസൈറ്റിസോ ന്യൂമോണിയ പോലെയൊക്കെ വരുന്ന ആൾക്കാരുണ്ട്, സൗണ്ട് മാറുന്ന ആൾക്കാരുണ്ട്. നമ്മുടെ സ്പെഷ്യാലിറ്റിയിലേക്ക് അവർ വരില്ല. അല്ലാതെ ഇതുപോലെ ഈ പേഷ്യൻസ് ഒക്കെ വരുമ്പോഴാണ് അവരോട് ഈ റിഫ്ലക്സ് എന്ന ഒരു കാര്യം അവർ പറഞ്ഞാൽ അവരെ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യത്തുമില്ല. അവർ പറഞ്ഞാൽ അത് ചുമ, ഇതെന്തിനാണ് ഇവിടെ വന്നതെന്നുള്ള രീതിയിലാണ് അവർ ചോദിക്കുക. പിന്നെ അവരോട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് അതിൻ്റെ മീൻസ് ഫർദർ ഫിസിയോളജി ഇന്ന കാരണങ്ങളെ കൊണ്ടാണ് വരുന്നത്, റിഫ്ലക്സ് ചെയ്യുന്നത്, കാര്യങ്ങളൊക്കെ പറയും. പിന്നെ ഏറ്റവും ഞങ്ങൾ ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ട് ഇവർ എൻഡോസ്കോപ്പി കൺവിൻസ് ചെയ്യുന്നത്. ബിക്കോസ് എൻഡോസ്കോപ്പി എന്താ ഞങ്ങൾ കൺവിൻസ് ചെയ്യുന്നത്, ബിക്കോസ് ഇവർ ഓൾറെഡി ഒരു മരുന്ന് കഴിച്ചിട്ടാണ്, ഈ PPI എല്ലാം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് അവർ വരുന്നത്. സോ അതിൻ്റെ അവർ റെസ്പോൺസ് ഇല്ലാത്തതുകൊണ്ട് ദെൻ വീൽ ഹാവ് ടു ഫർദർ വർക്കപ്പ്. സോ അതിൻ്റെ ഒരു മേജറാണ് നമ്മൾ എൻഡോസ്കോപ്പിയും കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടത്. സോ ദാറ്റ് ഈസ് വൺ തിങ്. പിന്നെ എൻഡോസ്കോപ്പി ഇപ്പം യുവർ ഒപ്പീനിയൻ, അപ്പോൾ എൻഡോസ്കോപ്പി നമ്മൾ ഏതൊക്കെ പേഷ്യൻസിന് ചെയ്യണം? അതെ, ഇപ്പം ഈ ആസിഡ് റിഫ്ലക്സ് ആസിഡ് എൻഡോസ്കോപ്പിക്ക് ഒരു ഭയങ്കര ഇൻഡിക്കേഷൻ ആണോ എന്ന് ചോദിച്ചാൽ അതെ, നമുക്ക് ഒരുപാട് ഇൻഫർമേഷനാണ് GERD അല്ലെങ്കിൽ ആസിഡ് റിഫ്ലക്സിൽ നമുക്ക് എൻഡോസ്കോപ്പിയിലൂടെ കിട്ടണം. അതായത് ഇതൊരു എൻഡോസ്കോപ്പി ചെയ്യുമ്പോൾ നമ്മുടെ അന്നനാളത്തിൽ തൊലി പോയിട്ടുണ്ടോ, വയറിൻ്റെ അകത്ത് H. pylori പോലുള്ള ഓർഗാനിസംസ് ഉണ്ടോ, ആസിഡിനെ കൂട്ടുന്ന തരത്തിലുള്ള ഓർഗാനിസംസ് ഉണ്ടോ, അൾസർ ഉണ്ടോ, അല്ലെങ്കിൽ ഈ ആസിഡ് റിഫ്ലക്സിനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്ന തരത്തിൽ ഈ മെക്കാനിക്കൽ നമുക്കൊരു ബരിയറുണ്ട്, നമ്മുടെ ഈ അന്നനാളവും വയറും കൂടി ചേരുന്ന ഭാഗം, ആ സ്ഫിങ്ക്ടർ റിലാക്സ്ഡ് ആണോ അല്ലയോ, അല്ലെങ്കിൽ നമ്മളതിനെ ഹൈറ്റസ് എർണിയ എന്നൊക്കെ പറയുന്ന പേരുകൾ കൊടുത്താണ് വിളിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള വ്യത്യാസങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ള ഇൻഫർമേഷൻ നമുക്ക് എൻഡോസ്കോപ്പിയിൽ കിട്ടും. സോ ആസിഡ് റിഫ്ലക്സ് ഒരു പരിധി വരെയും നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുമെങ്കിലും എൻഡോസ്കോപ്പി അതിനൊരു ഒരു മസ്റ്റായിട്ട് തന്നെ നമുക്ക് കരുതണം. അതേപോലെ തന്നെ നമ്മൾ എൻഡോസ്കോപ്പി സജസ്റ്റ് ചെയ്യുന്നത് പല വർക്കപ്പുകളുടെ ഭാഗമായിട്ടായിരിക്കും നമ്മൾ എൻഡോസ്കോപ്പി സജസ്റ്റ് ചെയ്യുന്നത്. അതായത് വിട്ടുമാറാതെ നിൽക്കുന്ന ഗ്യാസോ അങ്ങനെയുള്ള ലക്ഷണങ്ങൾ, ഒരു 55 അല്ലെങ്കിൽ ഒരു 60 വയസ്സിന് മുകളിലുള്ള ആൾ ഈ വക സിംറ്റംസ് പറയുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ എൻഡോസ്കോപ്പി. കാരണം നമ്മളെ മനസ്സിൽ ആദ്യം വരിക ഈ ഒരു വയസ്സിന് ശേഷം ഇങ്ങനെയുള്ള ഒരു സിംറ്റം വരുമ്പം ക്യാൻസർ പോലുള്ള ഒരു വ്യത്യാസങ്ങളുടെ തുടക്കമാണോ, അല്ലെങ്കിൽ എല്ലാം ഗ്യാസ് എന്ന് പറഞ്ഞ് നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. എസ്പെഷ്യലി ഭക്ഷണം ഇറക്കാനുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ വേദന, ഭക്ഷണശേഷമുള്ള ഛർദി, കഴിച്ച ഭക്ഷണം അതേപോലെ തന്നെ ഛർദ്ദിച്ചു പോവുക, വയറിലുള്ള വേദനകൾ, വിശപ്പില്ലായ്മ, കുറച്ച് ഭക്ഷണം കഴിച്ചാൽ തന്നെ വയറ് വീർക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻഫാക്ട് എൻഡോസ്കോപ്പിക്ക് ഒരു അബ്സല്യൂട്ട് ഇൻഡിക്കേഷൻ തന്നെയാണ്. അപ്പം വെയിറ്റ് കുറയുന്നതായിട്ട്, പിന്നെ ബ്ലഡിൻ്റെ കുറവ്, മീൻസ് അത് തന്നെ അനീമിയയുടെ വേറെ ഒരു കോസ് ഇല്ലെങ്കിൽ വർക്കപ്പ് ചെയ്യേണ്ട ആവശ്യം. ബിക്കോസ് H. pylori is also related to one of the cause for the iron deficiency anemia. പിന്നെ നമുക്ക് അടുത്തതാണ് വയറുവേദന. വയറുവേദന എന്ന് പറഞ്ഞാൽ നമുക്ക് പല കാരണങ്ങളുണ്ടാകും. അത് പിത്തസഞ്ചിയിലെ സ്റ്റോണ് തൊട്ട് പാൻക്രിയാസ്, പിന്നെ കിഡ്നിയിലെ സ്റ്റോണ്, അപ്പൻഡിസൈറ്റിസ്, പിന്നെ അൾസറിൻ്റെ അസുഖങ്ങളുണ്ട് വരാം, അത് ആമാശയത്തിൽ, കുടലിൽ, ഇതെല്ലാം ഒരുമാതിരി നമുക്ക് ബ്ലഡിൽ നോക്കുന്നത് കൂടാതെ നമ്മൾ എൻഡോസ്കോപ്പിയും കൊളോണോസ്കോപ്പിയുടെ വർക്കപ്പ് ആവശ്യമുണ്ട്. ഇറ്റ് ഡിപ്പെൻസ് എന്ത് ടൈപ്പ് നമ്മൾ സസ്പെക്ട് ചെയ്യുന്നതും അതിൻ്റെ ഇതൊക്കെയുണ്ട്. സോ ദാറ്റ് ഈസ് വൺ തിങ്. അപ്പോൾ എൻഡോസ്കോപ്പി എന്ന് വിചാരിച്ച് എല്ലാവരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മീൻസ് പ്രോബ്ലി അത് പേടിച്ച് അത് വേദന ഉണ്ടാകും, മീൻസ് അത് വേറെ റിലേറ്റീവ് പറഞ്ഞാൽ അത് ചെയ്തിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അങ്ങനെയൊന്നുമില്ല. അപ്പം നമുക്ക് ഈ ഒരു ടെസ്റ്റിലേക്ക് ഒരു രോഗീനെ കൺവിൻസ് ചെയ്യിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് എപ്പോഴും നമ്മൾ ഫേസ് ചെയ്യാറുണ്ട്. അതായത് ഓൾറെഡി ആ ഒരു ടെസ്റ്റിനോടൊരു ഫിയർ ഉണ്ട്. ആര് വന്നാലും എൻഡോസ്കോപ്പി എന്ന് പറയുമ്പോഴത്തേക്കും മുഖം വേറെ രീതിയിലേക്ക് പോകുന്നത്. ദൈവമേ, ട്യൂബൊക്കെ നിങ്ങൾ കുത്തി ഇറക്കി, തൊണ്ടയൊക്കെ പൊട്ടി. അപ്പം ഞാൻ അവരോട് പറയാറുണ്ട്, ഞങ്ങൾ 3 വർഷം ഇത് പഠിച്ചത് ഇത് തൊണ്ട പൊട്ടിച്ച് ഇറക്കാനായിട്ടല്ല. അപ്പോൾ അങ്ങനെ ഒരിക്കലും സംഭവിക്കുന്ന ഒരു ടെസ്റ്റ് അല്ല. ഈ 1 മിനിറ്റ് മാത്രം എടുക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് ഇത്രയും ഇൻഫർമേഷൻ കിട്ടുന്ന തരത്തിലൊരു ടെസ്റ്റ് 1 മിനിറ്റ് അതിനെടുക്കുന്നുള്ളൂ. ആൻഡ് അതൊരു വേദന എടുക്കുന്ന ഒരു പ്രൊസീജിയറേ അല്ല. ഇനി കുറച്ച് ആൻഷ്യസ് ആയിട്ടുള്ള പേഷ്യന്റിന് നമുക്ക് ഈവൻ ചെറിയൊരു സെഡേഷൻ കൊടുത്ത് അവരെ കംഫർട്ടബിൾ ആക്കിയിട്ട് ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് നമുക്ക് എല്ലായിടത്തും ഉണ്ട്, മിക്കവാറും എല്ലാ സെന്റേഴ്സിലും ഉണ്ട്. അപ്പം ഇത്രയും ഇൻഫർമേഷൻ തരുന്ന ഒരു ടെസ്റ്റിന് ഇത്ര വലിയൊരു സ്റ്റിഗ്മ ഒരിക്കലും ഉണ്ടാവരുത്. പേടി കാരണം കൊണ്ട് ഒഴിവാക്കേണ്ട ഒരു ടെസ്റ്റ് അല്ല. എപ്പോഴൊക്കെ ഡോക്ടർ സജസ്റ്റ് ചെയ്താലും ഞാൻ മനസ്സിലാക്കുന്നത് എൻഡോസ്കോപ്പി സജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തോ ഒന്ന് അതിൽ സസ്പെക്ട് ചെയ്തു. അതുകൊണ്ട് മെഡിക്കേഷൻ എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് അവർക്ക് റെസ്പോൺസ് ഇല്ലെങ്കിൽ ദെൻ വീൽ ഹാവ് ടു ഡു. ദാറ്റ് ഈസ് ഓൾസോ വൺ തിങ്. പിന്നെ നമുക്ക് വരുന്ന കൂടുതലും പേഷ്യൻസ് വയറുവേദനക്കാരാണ്.
വയറുവേദനയുണ്ട്, വേറെ ചില കണ്ടീഷൻസ് ഉണ്ട്. പക്ഷേ ഏറ്റവും കോമണസ്റ്റ് ആയിട്ടുള്ളത് വയറുവേദന തന്നെയാണ്. വയറുവേദനയുടെ ഏറ്റവും കോമണസ്റ്റ് കാര്യം മലബന്ധമാണ് കുഞ്ഞുങ്ങളിൽ. മലബന്ധം യൂഷ്വലി നമുക്ക് ഒരുപാട് കാരണങ്ങൾ കൊണ്ട് മലബന്ധം വരാം. പക്ഷേ മലബന്ധത്തിൻ്റെ ഞാൻ നമ്മുടെ OP കാണുന്നതിൽ ഏറ്റവും കൂടുതൽ ഡയറ്റിൻ്റെ പ്രശ്നം കൊണ്ടാണ് കോൺസ്റ്റിപ്പേഷൻ. മലബന്ധം കോമൺ കോസ് അത് ത്രൂ ഔട്ട് ദ പീഡിയാട്രിക് ഏജ് ഇന്ന ഏജ്. അത് ചിലപ്പം നമുക്ക് വീനിങ് പീരീഡ് എന്ന് വെച്ചാൽ ഒരു 6 months ഒക്കെ കഴിയുമ്പം കുഞ്ഞുങ്ങൾ കോൺസ്റ്റിപ്പേഷനായിട്ട് വരും. പിന്നീട് ആഫ്റ്റർ 1 year, പിന്നെ ഈ പോട്ടി ട്രെയിനിങ് ടൈമിൽ കുഞ്ഞുങ്ങൾക്ക് പ്രശ്നം വരാം. അവർക്ക് പോട്ടിയിലോട്ട് ഇരുത്തുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട്, ഡയപ്പറിൽ നിന്ന് പോട്ടിയിലോട്ട് ചേഞ്ച് ചെയ്യാൻ ഇപ്പം ഭയങ്കര പാടാണ്. ഇപ്പം വർക്കിംഗ് പേരൻസ് ആയ കാരണം മോസ്റ്റ്ലി അവരൊരു 4-5 വയസ്സൊക്കെ വരെ ഡയപ്പർ യൂസ് ചെയ്യും, കൺവീനിയൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. അപ്പം അത് കാരണം അവർക്ക് പോട്ടി ട്രെയിനിങ് ഭയങ്കര പാടായിട്ട് വരുന്നു. അപ്പം ഏർലി ആയിട്ട് പോട്ടി ട്രെയിൻ ചെയ്താലേ കുഞ്ഞുങ്ങൾക്ക് ഒരു ഇച്ചിരി കൂടെ നേരത്തെ ടോയ്ലറ്റ് ട്രെയിൻഡ് ആവാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ ഒരു പ്രശ്നം വരുന്ന കാരണം കോൺസ്റ്റിപ്പേഷൻ വരാം. പിന്നെ മോസ്റ്റ്ലി ടീനേജേഴ്സ് പൊതുവെ ഒരു സിംറ്റവും ഇല്ല, അവർക്ക് കോൺസ്റ്റിപ്പേഷനേ ഇല്ല, പ്രശ്നങ്ങളൊന്നുമില്ല. കുഞ്ഞു കുട്ടികളെ നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ ഇച്ചിരി ഈസിയാണ്. പ്രായമായ കുഞ്ഞുങ്ങൾ സാധാരണ ലോസ് ഓഫ് ആപ്പിറ്റൈറ്റ്, ചെറിയ വയറുവേദന, കോൺസ്റ്റിപ്പേഷൻ അവരൊരിക്കലും സമ്മതിക്കത്തില്ല. നമ്മൾ പിന്നെ ഇങ്ങനെ ചോദിച്ച് കണ്ടുപിടിച്ച് വരണം അവർക്ക് കോൺസ്റ്റിപ്പേഷനാണ്. അങ്ങനെ ഒരു പോപ്പുലേഷനിൽ എന്താ കോമൺ കാരണം? എന്തോ ഡയറ്റിന് ഒരുപാട് ജങ്ക് ഫുഡ് യൂസ് ചെയ്യുന്നുണ്ട്, വെജിറ്റബിൾസ് ലെസ്, ഫ്രൂട്ട്സ് ലെസ്, വെള്ളം കുടിക്കുന്നത് കുറവാണ്. അപ്പം മെയിൻലി ഇത് മൂന്നും നന്നാക്കിയാൽ തന്നെ ആക്ച്വലി എനിക്കങ്ങനെ കുറച്ച് കുട്ടികൾക്ക് മാത്രമേ മെഡിസിൻ ആവശ്യം വരുന്നുള്ളൂ. ഡയറ്റ് നന്നായിട്ട് മോഡിഫൈ ചെയ്താൽ മോസ്റ്റ് ഓഫ് ദം വിൽ ബി ഓക്കെ. അവർ മെജോറിറ്റി കുഞ്ഞുങ്ങളും ബെറ്റർ ആകാറുണ്ട് കോൺസ്റ്റിപ്പേഷൻ. ഇപ്പം യൂഷ്വലി ഇപ്പം ഇവർ വേറെ സാധാരണ ഫിസിഷ്യൻ്റെ അവരിൽ പോകുമ്പോൾ അവരെന്തെങ്കിലും ലാക്സേറ്റീവ് കൊടുത്തിട്ട് വിടും. അതെ. അതാണ് വേറൊരു ഇഷ്യൂ. നമ്മൾ ഇപ്പം പീഡിയാട്രിഷനെ കണ്ടാലും ഒക്കെ അവർ ലാക്സേറ്റീവ്സ് ആദ്യം കൊടുക്കും. പക്ഷേ ലാക്സേറ്റീവ്സ് നിർത്തുമ്പോൾ വീണ്ടും പ്രോബ്ലം പിന്നെയും വരും, റെക്കറൻസ് ഓഫ് സിംറ്റംസ് വരും. അപ്പം ഈ ഡയറ്റ് മാറ്റിയാൽ പക്ഷേ കൺസിസ്റ്റൻ്റ് ആയിട്ട്, അതായത് എന്നും അവർക്കൊരു പെർമനൻറ്റ് സൊല്യൂഷനായിട്ട് കാണുന്നുണ്ട്. റാദർ പീഡിയാട്രിക് ഏജ് ഗ്രൂപ്പിൽ നമ്മൾ മെഡിസിൻ കൊടുത്ത് പക്ഷേ ഭയങ്കരമായിട്ട് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള മലബന്ധങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തേ പറ്റൂ, വേറെ ഓപ്ഷനോ ഓൾട്ടർനേറ്റീവ് ഇല്ല. ചില കുഞ്ഞുങ്ങൾ, ചെറിയ കുട്ടികളെയൊക്കെ ഫുഡ് പറയാൻ എളുപ്പമാണ്, കഴിപ്പിക്കുക എന്ന് പറയുന്നത്, പക്ഷേ പ്രാക്ടിക്കലി ഇച്ചിരി പാടാണ്. അപ്പോൾ അവർക്കും ലാക്സേറ്റീവ്സ് തുടങ്ങി സ്ലോലി നമ്മൾ ടേപ്പർ ചെയ്ത് സ്റ്റോപ്പ് ചെയ്യാനാണ് സാധാരണ ചെയ്യുന്നത്. പിന്നെ ഞാൻ കോമൺ ആയിട്ട് കാണുന്നത് ഫോറിൻ ബോഡീസാണ്. ഫോറിൻ ബോഡീസ് കുഞ്ഞുങ്ങൾ ഏത് ഏജ് എന്നില്ല, എല്ലാ ഏജിലും ഒരേപോലെയാണ്. കോയിൻസ്, ടോയുടെ ബാറ്ററി, ടോയ് പാർട്സ്, പിന്നെ മുട്ടുസൂചികൾ, സേഫ്റ്റി പിന്ന്, കോയിൻസ്, ഇഷ്ടം പോലെ സാധനങ്ങളാണ്. കഴിഞ്ഞ ദിവസം ഒരു കുട്ടി ഡയമണ്ട് റിംഗ് ആയിട്ട് വിഴുങ്ങിയിട്ട് വന്നു. സോ അങ്ങനെ ഫണ്ണി മീൻസ് കൈ കിട്ടുന്നൊക്കെ ഇവർ വിഴുങ്ങിപ്പോവും. പക്ഷേ ഈ പറഞ്ഞ പോലെ നമുക്കും എൻഡോസ്കോപ്പി കൺവിൻസ് ചെയ്യാൻ വലിയ പാടാണ്. ആൾക്കാരെ പറഞ്ഞ് ധരിപ്പിച്ച് സ്കോപ്പി ചെയ്യണം. അതും കൊച്ചു കുട്ടികളാകുമ്പോൾ നമുക്ക് അനസ്തീഷ്യ കൊടുക്കുക ചെയ്യാൻ പറ്റത്തില്ല. ഈ അനസ്തീഷ്യ ഒന്ന് കേൾക്കുമ്പോഴേ പേരൻസിന് പ്രശ്നമാണ്. രണ്ടാമത്തെ കാര്യം, നമ്മൾ എൻഡോസ്കോപ്പി എന്ന് പറയുമ്പോഴും അവരറിയാം സാരമില്ല, അത് പൊക്കോളും, ഞങ്ങൾ നോക്കുക, ലാക്സേറ്റ് തന്നാൽ മതി, ഞങ്ങൾ പോയിട്ട് നോക്കിക്കോളാം എന്ന് പറയും. പിന്നെ അവരെ കാണത്തേയില്ല. അതല്ല, ഈ ഡയമണ്ട് റിങ്ങിന്റെ കാര്യം പറയുമ്പോൾ അതെന്തായാലും എടുത്ത് കൊടുക്കണം. അവർക്ക് വേണ്ടെന്ന് പറഞ്ഞു. അതാണ് അവർക്ക് വേണ്ടെന്ന്, ഡയമണ്ട് റിംഗ് അവർക്ക് വേണ്ട, കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അവർ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. എല്ലാ ഫോറിൻ ബോഡിക്കും നമ്മൾ ഈ എൻഡോസ്കോപ്പി ചെയ്യണമെന്ന് നിർബന്ധമുണ്ടോ? അല്ല, ഇപ്പൊ ഒരു കുട്ടി ഒരു കോയിനോ അല്ലെങ്കിൽ നോൺ ടോക്സിക് ആയിട്ടുള്ള എന്തോ ഒരു എലമെന്റ് അല്ലെങ്കിൽ വേറെ പ്രശ്നങ്ങളില്ലാത്ത എന്തെങ്കിലും ഒരു ഇത് സോളിഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ വിഴുങ്ങിയാൽ നമ്മൾ എൻഡോസ്കോപ്പി മാൻഡേറ്ററി ആയിട്ട് ചെയ്യണമെന്നോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഇപ്പം നമുക്ക് പക്ഷേ കോയിൻ നമുക്ക് എവിടെയെങ്കിലും പോയി ചില നാരോ പാർട്സ് ഉണ്ട് നമ്മുടെ GI ട്രാക്റ്റിൽ, നാരോ പാർട്സിൽ എവിടെയെങ്കിലും പോയി ഒബ്സ്ട്രക്റ്റഡ് ആകുമോ നമുക്ക് അറിയാൻ പറ്റത്തില്ല. നമ്മുടെ കയ്യിൽ, അതായത് ഇത് വിഴുങ്ങി ഉടനെ വന്നു കഴിഞ്ഞാലുള്ള ഗുണം എന്ന് വെച്ചാൽ നമുക്ക് റീച്ചബിൾ ഡിസ്റ്റൻസിലാണ് നമുക്ക് എടുത്തു മാറ്റാൻ പറ്റും. അത് ഫർദർ മുൻപോട്ട് പോയി കഴിഞ്ഞാൽ താഴെ എവിടെങ്കിലും തടസ്സപ്പെടുമോ, ഇൻഡസ്റ്റൈനൽ ഒബ്സ്ട്രക്ഷൻ, ചെറുകുടലിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എടുക്കാനുള്ള മീൻസ് ബുദ്ധിമുട്ടാണ്. പിന്നെ സർജിക്കലി മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഒന്ന് നമ്മൾ പറയുന്നത്, ഈവൻ ഇഫ് നോൺ ടോക്സിക് ആണെങ്കിലും ഷാർപ്പ് സാധനങ്ങൾ അല്ലെങ്കിലും എടുക്കണം എന്ന് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു കാരണം അതാണ്. രണ്ടാമത്തെ കാര്യം, ഷാർപ്പ് തിങ്സ് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കുത്തിയിരിക്കും, അത് നമുക്ക് എടുത്തേ പറ്റുള്ളൂ. അത് നമ്മൾ സജസ്റ്റ് ചെയ്യും, പേരൻസ് വില്ലിങ് ആണെങ്കിൽ ചെയ്യും. പിന്നുള്ളതാണ് കുഞ്ഞുങ്ങൾ ആസിഡ് കുഴിച്ചിട്ട് വരിക, പിന്നെ എന്താണ് മാഗ്നറ്റ് ഒക്കെ സ്റ്റക്കായിരുന്ന തുള വീഴും. നമ്മുടെ ഈസോഫാഗസിലൊക്കെ സ്റ്റക്കായിരുന്നാൽ പെർഫറേഷൻ വീഴും. അപ്പം അതുകൊണ്ടൊക്കെയാണ് ഇത് ചെയ്യണം എന്ന് പറയുന്നത്. പക്ഷേ ലൈക്ക് എക്സാമ്പിൾ, ഇപ്പം
എന്താണ് ചെറിയ റബ്ബർ ബാൻഡ് അങ്ങനെയൊക്കെ വരാറുണ്ട്. റബ്ബർ ബാൻഡ് കഴിച്ചിട്ട് അതൊന്നും നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. ഇറ്റ് വിൽ ഗോ. അതെങ്ങും മുടക്കി ഇരിക്കേണ്ട കാര്യമില്ല. ദ്രവിച്ച് തന്നെ പോകും അല്ലേ? പിന്നെ പ്ലാസ്റ്റിക് ടോയ്സ് ചെറുതായിട്ടൊക്കെ. അതെ, ചെറിയ ടോയ്സ് 1 സെന്റിമീറ്ററിലൊക്കെ താഴെയാണ് നമ്മൾ വെറുതെ വിടും. പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പം ഈ ഫോറിൻ ബോഡി കാര്യം പറയുന്ന ഇതിലാണ് മിക്ക പേഷ്യൻസ് അല്ലെങ്കിൽ കുട്ടികളുടെ കാര്യം വരുമ്പോഴേ അവർ ഓൾറെഡി അവരുടെ പേരൻസ് എന്തെങ്കിലും ഭക്ഷണം കൊടുത്തിട്ടാണ് ഇതൊക്കെ ഇറക്കി അറ്റംപ്റ്റ് ട്രൈ ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ അടുത്ത് വരുന്നത്. അപ്പോഴത്തേക്ക് നമുക്കിത് പെട്ടെന്ന് എടുക്കാനും പറ്റൂല. അതെ അതെ അതെ. അപ്പം നമ്മുടെ ഒരു തെറ്റിദ്ധാരണയാണ്. ഞാനും എൻ്റെ കൊച്ചിലെ കേട്ടിട്ടുണ്ട്, ചോറ് ഉരുട്ടി ഇറക്കുക, പഴം വിഴുങ്ങുക, മീൻസ് ചവയ്ക്കാതെ വിഴുങ്ങുക, അത് അതിൻ്റെ കൂടെ ഒക്കെ പോകും എന്ന്. പക്ഷേ പ്രാക്ടിക്കലി നമുക്ക് വരുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഫുഡ് കഴിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അനസ്തീഷ്യ കൊടുക്കാൻ പറ്റത്തില്ല. 6 hours ഒക്കെ കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്ക് ഈ ഫോറിൻ ബോഡി താഴെ പോകും. നമുക്ക് എടുക്കാൻ പറ്റുന്നതിന് ഡിസ്റ്റൻസിൽ താഴെ പോകും. അപ്പം അതിന് മുമ്പ് നമുക്കപ്പം മസ്റ്റായിട്ട് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഫോറിൻ ബോഡി പോയി കഴിഞ്ഞാൽ ഫുഡ് കൊടുക്കാതിരിക്കുക, ഒന്നും കൊടുക്കാതിരിക്കുക. പിന്നുള്ളതെന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ വരണം. എന്ത് ഫോറിൻ ബോഡിയാണ്, റെസ്പെക്റ്റീവ് ഓഫ് എന്ത് സാധനമാണെങ്കിലും ആസ് ഏർലി ആസ് പോസിബിൾ, എത്ര നേരത്തെ വരാമോ അത്രയും നേരത്തെ ഹോസ്പിറ്റലിൽ വരണം. അപ്പം നമ്മൾ ഈ കെറസിൻ കുടിച്ചിട്ടൊക്കെ കുട്ടികൾ വരും. അതിങ്ങനെ പെട്ടെന്ന് നമുക്ക് എന്നിട്ട് കെറസിൻ കുടിക്കുക, ഇങ്ങനത്തെ ഫോറിൻ ബോഡികളൊക്കെ കഴിച്ചു കഴിയുമ്പോൾ ഈ പഴമൊക്കെ കൊടുക്കുന്ന പോലത്തെ ഒരു വേറെ കാര്യമാണ് ഛർദ്ദിപ്പിക്കാൻ ശ്രമിക്കുക. അപ്പം അതും ഭയങ്കര റിസ്ക്കിയാണ്. ഛർദ്ദിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇവർ ആസ്പിറേറ്റ് ചെയ്യാം, ലങ്സിൽ പോയി ന്യൂമോണിയ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരാം. ഈ നമ്മുടെ കെറസിൻ പോലത്തെ സാധനങ്ങളൊക്കെ ആണെങ്കിൽ കെമിക്കൽ ന്യൂമോണൈറ്റിസും അങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ വരാം. സോ ബെറ്റർ ഒന്നും ചെയ്യാതെ ആസ് ഏർലി ആസ് പോസിബിൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ട് ഡോക്ടേഴ്സ് തീരുമാനിക്കുക അത് എടുക്കണോ വേണ്ടയോ. എടുക്കണമെന്ന് പറഞ്ഞാൽ പ്രിഫറബിളി എടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഡോക്ടർ അത് പിന്നെ ഒബ്സർവേഷൻ പറഞ്ഞാൽ അത് ഫോളോ അപ്പ് ചെയ്യാം. മീൻസ് അതിപ്പം ഇന്ന് എടുത്തില്ലെങ്കിൽ അപ്പോൾ താഴോട്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു ദിവസം വന്ന് എക്സ്റേ എടുത്ത് കാണിക്കുക. നമുക്ക് പൊതുവേ ഹോസ്പിറ്റലിൽ അങ്ങനെ കാണിക്കാറേ ഇല്ല ആരും. പിന്നെ ഉള്ളത് എന്താണ്, പിന്നെ വയറുവേദന, മീസെൻട്രിക്ന, ഫോറിൻ ബോഡി, ഇതൊക്കെയാണ് നമുക്ക് ഏറ്റവും കോമൺ ആയിട്ട് നമ്മുടെ ഒ പിയിൽ വരാറുള്ളത്. ഓക്കെ, യു വാണ്ട് ടു ഷെയർ യുവർ എക്സ്പീരിയൻസ്? ഇപ്പം പറഞ്ഞല്ലോ 2 ദിവസം മുമ്പേ ഒരു കുട്ടി വന്നു, അതിന് യൂറിനറി ഇൻഫെക്ഷൻ ആയിരുന്നു. അപ്പം യൂറിനറി ഇൻഫെക്ഷനായി പീഡിയാട്രിഷ്യൻ്റെ അണ്ടറിൽ അഡ്മിറ്റഡ് ആയിരുന്നു. യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. യൂറിനറി ഇൻഫെക്ഷൻ ട്രീറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അത് ഡിസ്ചാർജ് ഡേയിൽ അതിന് വയറുവേദന. അത് വേറൊരു പീഡിയാട്രിഷ്യൻ കണ്ടു ആ കുട്ടീനെ വയറുവേദനയാന്ന് പറഞ്ഞപ്പം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പീഡിയാട്രിഷ്യൻ കണ്ടു. വയറുവേദനയ്ക്ക് ഉള്ള മരുന്ന് കൊടുത്തു. ആഫ്റ്റർ ദാറ്റ് ഉച്ചയായപ്പം വീണ്ടും അതിന് വയറുവേദനയെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചു കാണാമോ എന്ന് ചോദിച്ചു. ഞാൻ പോയി കണ്ടപ്പം ഞാൻ കണ്ട സമയത്ത് കുട്ടിക്ക് വേദനയില്ല. പക്ഷേ ഞാൻ അവിടെ പേരൻസിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുട്ടിക്ക് വീണ്ടും വേദന വന്നു. അപ്പോൾ അത് ടിപ്പിക്കൽ ഒരു കുടലിൻ്റെ ഉള്ളിൽ കയറിയിട്ടുള്ള ടൈപ്പ് വേദന പോലെ തോന്നി. 2 days ബാക്ക് സ്കാൻ ചെയ്ത കുട്ടിയാണ്. പക്ഷേ നമുക്ക് റിപ്പീറ്റ് സ്കാൻ വേണമെന്ന് പറഞ്ഞു. ബൈസ്റ്റാൻഡേഴ്സ് വില്ലിങ് ആയിരുന്നു. നമ്മൾ സ്കാൻ ചെയ്തു. സ്കാൻ ചെയ്തപ്പം കുടലിനുള്ളിൽ കയറിയിട്ടുണ്ട്. പിന്നെ അത് റെഡ്യൂസ് ചെയ്യാനായിട്ട് വിട്ടു. അപ്പം നമ്മൾ ചിലപ്പോൾ ചില ഇൻവെസ്റ്റിഗേഷൻ വീണ്ടും ചെയ്യുന്നു. അതായത് സ്കാൻ ഒന്ന് ചെയ്തു, 2 ദിവസം കഴിഞ്ഞ് വീണ്ടും ചെയ്യുന്നു. നോർമലി ഒരു ആൾക്ക് ചിന്തിക്കാം എന്തിനാ എന്നും സ്കാൻ ചെയ്യുന്നത്, ഒരു ചെറിയ വയറുവേദന എന്തിനാ സ്കാൻ ചെയ്യുന്നതെന്ന് തോന്നിപ്പോവാം. പക്ഷേ അതിന് കാരണങ്ങളുണ്ട്. ചിലപ്പം പല കാര്യങ്ങളും നമ്മൾ മിസ്സായെന്നിരിക്കാം ഒരു സ്കാനിൻ്റെ പേരിൽ. ഈ ഇൻഡ്യൂസെപ്ഷൻ എന്ന് പറയുന്നത് മോസ്റ്റ്ലി സ്കാൻ ചെയ്താലാണ് കണ്ടുപിടിക്കാൻ പറ്റുക. വേറെ പല കാരണങ്ങൾ ക്ലിനിക്കലിയും കണ്ടുപിടിക്കാം, പക്ഷേ മോസ്റ്റ്ലി നമുക്ക് സ്കാൻ തന്നെ ചെയ്ത് നോക്കുന്നതാണ് കണ്ടുപിടിക്കാൻ പറ്റുക. ഇപ്പം ഞങ്ങളുടെ അഡൾട്ടിലും വളരെ കോമൺ ആയിട്ട് വരുന്ന ഒരു ഹോട്ട് ടോപ്പിക്, അല്ലെങ്കിൽ എല്ലാവർക്കും അറിയേണ്ടത് ഈ ഫാറ്റി ലിവറിനെ പറ്റിയാണ്. ഈ ഒരു പീഡിയാട്രിക് പോപ്പുലേഷനിൽ എത്രത്തോളം, അതായത് എല്ലാവരും എന്തിനെങ്കിലും വേണ്ടിയൊക്കെ സ്കാൻ ചെയ്യും. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് പീഡിയാട്രിക് പോപ്പുലേഷനിലും ഈ ഒരു ഫാറ്റി ലിവർ എന്ന് പറയുന്ന ഒരു സംഭവം വരുന്നുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ പേഷ്യൻസ് വന്നു, അല്ലെങ്കിൽ വറീഡ് കൺസേൺഡ് ആയിട്ട് വന്ന് കാണിക്കാറ്? ഈ പറഞ്ഞ പോലെ നമ്മൾ വേറെ എന്തിനേലും സ്കാൻ ചെയ്യുമ്പോൾ ഇച്ചിരി ഒബീസ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ ഫാറ്റി ലിവർ വരുന്നുണ്ട്. അപ്പം അവരോട് കൗൺസിൽ ചെയ്ത് വിടാറുണ്ട്. ഫാറ്റി ലിവർ കിട്ടാറുണ്ട്, വളരെ കോമൺ അല്ല, പക്ഷെ എന്നാലും വരാറുണ്ട്. എന്നാലും ഏതൊരു ഏജ് ഗ്രൂപ്പിലായിരിക്കും? അതായത് ഈ തീർത്തും 10 വയസ്സിൽ താഴെയാണോ അതോ 10 to 18 അതിനുള്ളിലായിരിക്കും? അപ്പൊ ഇവരുടെ ഒരു ക്യാരക്ടറിസ്റ്റിക് എങ്ങനെയാണ്? സാധാരണ കുറച്ച് അമിതവണ്ണം പോലെ തോന്നുന്നവരോ അങ്ങനെയുള്ളവരിലാണോ അതോ ഇവർ? അല്ല, ലീൻ ആൾക്കാരിൽ ഞാൻ കണ്ടിട്ടില്ല. നമുക്ക് ഇവിടെ ചെയ്തതിൽ നമുക്ക് കണ്ടിട്ടില്ല. ലീൻ ആൾക്കാരിൽ ഫാറ്റി ലിവർ കണ്ടിട്ടില്ല. കുറച്ച് പേരൻസിനെ പറയും കുറച്ച് മടിയാണ്, നടക്കാനും മടിയായി, ഒരിടത്ത് ഇരിക്കും, ഫോണിൻ്റെ മുമ്പിലിരിക്കും, ഇങ്ങനെ സ്നാക്സ് ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കും, ഒന്നിനും പോകത്തില്ല. പിന്നെ കാണുമ്പോഴും കുറച്ച് ഓവർ വെയിറ്റ് ആയിരിക്കും കുഞ്ഞുങ്ങൾ. അതെ. അപ്പോൾ ആക്ച്വലി നമുക്ക് ഈ അഡൾട്ട് ഇതിൽ ഇഷ്ടം പോലെ
ഫാറ്റി ലിവർ വരും. എല്ലാവർക്കും സംശയം ഉണ്ടല്ലേ ഇത് എന്താണ് ഈ ഫാറ്റി ലിവർ? ഈ ഫാറ്റി ലിവർ നമ്മൾ കണ്ടുപിടിക്കുന്നത് എപ്പോഴാണ്? ഇതിപ്പോൾ അവർ ഈ ഫാറ്റ് ലിവർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല, സിംറ്റംസ് ഒന്നും 95% asymptomatic. അവർ യൂഷ്വലി വേറെ എന്തെങ്കിലും ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴും വേറെ എന്തെങ്കിലും ഒരു കാരണത്തിന് പിന്നെ ആരെങ്കിലും ഒരു അൾട്രാസൗണ്ട് ചെയ്ത് നോക്കും. അപ്പോൾ അന്നത്തെ ഫാറ്റ് ലിവർ അത് ഗ്രേഡ് 1 ഗ്രേഡ് 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മുടെ ചോദിക്കും ഫാറ്റ് ലിവർ ഉണ്ട്. പിന്നെ അത് നമ്മൾ അതിൻ്റെയായിട്ട് ഒരു പറഞ്ഞ പോലെ നമ്മുടെ ഈ എല്ലാം ഈ ജീവിതശൈലി മാറുന്നതിൻ്റെയും വ്യായാമത്തിൻ്റെ കുറവും ഈ തടി കൂടുന്നതിൻ്റെ ഭാഗമായിട്ടും പിന്നെ അസോസിയേറ്റഡ് ഈ കൊളസ്ട്രോൾ, ഷുഗർ, തൈറോയ്ഡ് ഇഷ്യൂസും പ്രഷർ ഇഷ്യൂസും എല്ലാം ഭയങ്കര കൂടുന്നുണ്ട്. ഇതെല്ലാം ഒരു കോൺട്രിബ്യൂഷനാണ്. അതൊക്കെയുണ്ട്. പിന്നെ ഇത് നമുക്ക് ഇപ്പം ഇതിനകത്ത് കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന പറഞ്ഞാൽ ഇപ്പം ഐ തിങ്ക് നമ്പർ 1 കോസ് ഓഫ് സിറോസിസ് ഫാറ്റി ലിവർ. ഇപ്പോൾ ഫാറ്റി ലിവറുടെ പേര് മാറ്റി മെറ്റബോളിക് അസോസിയേറ്റഡ് ഡിസ്ഫങ്ഷൻ സ്റ്റേറ്റ് ലിവർ ഡിസീസ്. ഇവർക്ക് ഈ ഫാറ്റി ലിവർ എന്താണെന്ന് അറിയാൻ താല്പര്യമുണ്ട്. അതായത് ഈ ഇപ്പം നമ്മുടെ അടുത്ത് വരുമ്പോൾ ഇങ്ങനെ ആയിരിക്കും, ഡോക്ടർ ഇതാ ഇങ്ങനെ ഒരു പേപ്പറിൽ ഇതാ അല്ലെങ്കിൽ അൾട്രാസൗണ്ടിൽ ഇതേ ഞങ്ങൾക്ക് ഫാറ്റി ലിവർ ഉണ്ട്, അത് ഗ്രേഡ് 1 ആയി, അത് ഗ്രേഡ് 2 ആകുന്നു, 3 ആകുന്നു. ഈ ബേസിക് കൺസെപ്റ്റ് ലിവറിൽ എന്താണ് സംഭവിക്കുന്നതെന്നുള്ളത് ആക്ച്വലി ഇവർക്കും ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല, അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് ഇത് പ്രോഗ്രസ് ചെയ്യുന്നതെന്ന്, എത്ര വർഷം കൊണ്ടാണ് ഈ അസുഖങ്ങളാവുന്നതെന്നും. അപ്പം പേഷ്യൻസിനോട് നമ്മൾ പറയും, ഇപ്പം എല്ലാ അവയവങ്ങളുടെയും പുറത്ത് കുറച്ച് ഫാറ്റ് അക്യുമുലേഷൻ ഉണ്ടാവും, നമ്മുടെ ബോഡി പ്രോഗ്രസ് ചെയ്യുന്ന മുറയ്ക്ക് നമുക്ക് കുറച്ചുണ്ടാവും. അപ്പം ഈ ലിവറിൻ്റെ പുറത്തും വന്ന് അക്യുമുലേറ്റ് ചെയ്യുന്നതാണ് ഫാറ്റ്. അപ്പം ഈ ഐസൊലേറ്റഡ് ആയിട്ട് നമ്മളൊരു ഫാറ്റി ലിവർ കാണുമ്പം എല്ലാവരെയും നമുക്ക് പേടിപ്പിക്കാൻ പറ്റത്തില്ല. അപ്പം ഈ ഫാറ്റി ലിവർ വന്നു, ഫാറ്റ് ഡെപ്പോസിറ്റ് ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യത്യാസം കാണുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ അവരോട് പറയും, ഇതൊരു നോർമൽ പ്രോസസ്സാണ്. ഈ ലിവറിൻ്റെ പുറത്തൊരു ഫാറ്റ് വരിക എന്ന് പറഞ്ഞാൽ ചിലപ്പം അത് നോർമലി തന്നെ ചിലപ്പോൾ നമ്മൾ കാണുന്നതായിരിക്കാം. ഇത് നിങ്ങൾക്ക് അതെ നമ്മുടെ നോർമൽ ഒരു 5% കൂടുതൽ വരുമ്പോഴാണ് ഇവർ ആക്ച്വലി ഗ്രേഡ് ചെയ്യുന്നത്. അതും ഗ്രേഡിങ്ങിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഈ അൾട്രാസൗണ്ട് ഗ്രേഡിംഗ് എന്ന് പറഞ്ഞാൽ അത് അത്രയും ഡിപ്പെൻഡബിൾ അല്ല. ഒരിക്കലും അല്ല. കഴിഞ്ഞ വർഷം ഗ്രേഡ് 2 ആയിരുന്നു, ഇപ്പൊ ഗ്രേഡ് 1 ആയി, കുറഞ്ഞില്ലേ, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഫാറ്റ് ലിവർ ഉണ്ടോ ഇല്ലയോ മാത്രം. അൾട്രാസൗണ്ട് അതിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക. അതായത് ഫാറ്റി ലിവർ ഉണ്ട് അല്ലെങ്കിൽ ഇല്ല. ഇനി അതിൻ്റെ വർക്കപ്പ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്നുള്ളതായിരിക്കും. അതായത് നമ്മൾ റുട്ടീൻലി ഒരാൾ ഫാറ്റി ലിവർ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളൊരു ബേസിക് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്, അതെ ബ്ലഡിൽ നമ്മൾ അതായിരിക്കും അവരോടൊന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ പറയുക. നമ്മുടെ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് എല്ലാം നോർമലാണ്, ഇതിലൊരു ഫാറ്റി ലിവർ ഗ്രേഡ് 1 എന്നോ ഗ്രേഡ് 2 എന്നൊക്കെ കാണുവാണെങ്കിൽ നമ്മൾ സാധാരണ അവരോട് മരുന്നുകളോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പ്രോഗ്രഷൻ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഇതിന് ഇത്ര വർഷം കൊണ്ട് നമ്മളിതിനെ കെയർ ചെയ്യാതെ പോയി കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബിക്കം ഒരു സിറോസിസ് എന്ന് പറഞ്ഞൊരു സ്റ്റേജിലേക്കോ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്റ്റേജിലേക്കൊക്കെ ഇത് പോയേക്കാം. അപ്പം നിങ്ങൾ ഇപ്പം തൊട്ട് കരുതിയിരിക്കുക, അതിങ്ങനെ ഒരു ഡിപ്പോസിറ്റ് നിങ്ങളുടെ ലിവറിൻ്റെ പുറത്തുണ്ട്, അതിനെ നിങ്ങൾക്ക് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഓക്കെ ഇത് എനിക്ക് കുറഞ്ഞ് കാണണം, അല്ലെങ്കിൽ എൻ്റെ നാളെ ഞാൻ അല്ലെങ്കിൽ അടുത്ത 6 മാസം കഴിഞ്ഞ് ഞാനൊരു അൾട്രാസൗണ്ട് എടുക്കുമ്പോൾ ഇത് കുറഞ്ഞ് കാണണമെന്നുണ്ടെങ്കിൽ ഇതിന് ഈ അബ്ഡോമൻ ഫാറ്റ് ബേൺ ചെയ്യുക അല്ലെങ്കിൽ വെയിറ്റ് ലോസ് മാത്രമായിരിക്കും ചിലപ്പോൾ അതിനാകെ ഉള്ളൊരു വഴി. അപ്പം നമ്മളവരോട് പറയും, നിങ്ങൾ നിങ്ങളുടെ 5% ഇപ്പോൾ ഉള്ളൊരു ബോഡി വെയിറ്റ് നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഇതിൽ നല്ലൊരു റിഡക്ഷൻ പറ്റും. അല്ലെങ്കിൽ 10% നിങ്ങളുടെ ബോഡി വെയിറ്റ് നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഈവൻ ഒരു കംപ്ലീറ്റ് റിവേഴ്സൽ വരെയും ഈ ഫാറ്റ് ഡെപ്പോസിറ്റ് നമുക്ക്. പക്ഷേ ഇതെല്ലാം വയറിലെ ഫാറ്റ് ബേൺ ചെയ്യണം, എന്നാൽ മാത്രമായിരിക്കും ചിലപ്പോൾ ഇത് പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ട് വരത്തുള്ളൂ. നമ്മളവരോട് പറയും, നിങ്ങൾ ഫോളോ അപ്പിൽ വരിക. അതായത് എവറി 6 months അറ്റ്ലീസ്റ്റ് നമുക്ക് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കാം. അതിൽ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഇവരുടെ ഫൈബ്രോസിസ് ആകുന്നുണ്ടോ അല്ലെങ്കിൽ അതിൽ ചേഞ്ചസ് ഉണ്ടോ എന്നുള്ളത് ഫൈബ്രോ സ്കാൻ വഴി നമുക്ക് അസസ് ചെയ്യാമെന്നുള്ളതാണ് ഇവരോട് പറയുക. പേടിപ്പിക്കുന്നതിലൊരു നമ്മൾ ഇവർക്കൊരു അവയർനെസ്സാണ് കൊടുക്കുക. ബേസിക്കലി അവയർനെസ്. അവർ കുറച്ചും കൂടി അവർക്ക് കൂടുതലും അവർ ഡയറ്റിലും മോഡിഫിക്കേഷൻ വരുത്താനും എക്സസൈസും കൂടുതലും അവരൊക്കെ. ഇപ്പോൾ നമ്മൾ ഫാറ്റ് ലിവർ മാത്രം കൊണ്ട് എക്സസൈസ് അത് ലിവർ മാത്രമല്ല, അത് ഭാവിയിൽ നമുക്ക് ഷുഗറും കൊളസ്ട്രോളും ഈ പ്രഷറും വരാനുള്ള സാധ്യതകളും കുറയുകയും ചെയ്യും. പിന്നെ ബാക്കിയുള്ള അസുഖങ്ങളൊക്കെ നമുക്ക് എന്താ പറയുക, ഹാർട്ടിനുള്ളതും കിഡ്നിക്കുള്ള ബുദ്ധിമുട്ടുകളും അതൊക്കെ വരാനുള്ള സാധ്യതകൾ കുറയുകയും ചെയ്യും. പിന്നെ ഈ തടി കുറയ്ക്കുമ്പോൾ തന്നെ ഐ തിങ്ക് മേജർ തിങ് ഹൈലൈറ്റ് ഇസ് ദാറ്റ് ഷുഗർ കൺട്രോൾഡ് ആവും. നല്ല രീതിയിൽ ഒരു 7% വെയിറ്റ് ലോസ് ഒക്കെ പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഫുള്ളി മീൻസ് ഹീ വിൽ ബി മീൻസ് ഒരു ഡയബറ്റിക് ആയിട്ട് കണ്ടയഗ്നോസ് ഹീ വിൽ ബി ഓൾമോസ്റ്റ് ഈസ് റേഞ്ചിൽ വെക്കുമ്പോൾ വിത്തൗട്ട് എ ഡയബറ്റിക് ആ റേഞ്ചിൽ വരെ ഷുഗർ മീൻസ് കൺട്രോൾഡ് ആയിരിക്കും ജസ്റ്റ് ബൈ വെയിറ്റ് ലോസ്, മരുന്നില്ലാതെ തന്നെ. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് വെയിറ്റ് ലോസ് ഇസ് നല്ലത്. അപ്പോൾ നമുക്ക് ഫ്രം ടോക്കിംഗ് അബൌട്ട് വെയിറ്റ് റിഡക്ഷൻ, ഡു യു വാണ്ട് ടു സ്പീക്ക് എൻഡോസ്കോപ്പിക്ക് വഴി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത്? വെയിറ്റ് ലോസ് അല്ല, ഈ വെയിറ്റ് ലോസ് ആക്ച്വലി ഇപ്പം ഫാറ്റി ലിവറിന് വെയിറ്റ് ലോസ് ഒരു മസ്റ്റ് തന്നെയാണ്. അപ്പം അതിന് ആദ്യം എല്ലാവരെയും നമുക്ക്
ഈ മോട്ടിവേറ്റ് ചെയ്യുകയോ ലൈഫ് സ്റ്റൈലിൽ മാറ്റങ്ങൾ വരുത്തുകയോ നിങ്ങളെ റെഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് ഡയറ്റോ അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ മാറ്റാനായിട്ട് നോക്കാം. സോ ഇത് സസ്റ്റെയിൻ ചെയ്യണമല്ലോ. നമ്മൾ പെട്ടെന്ന് ഒരു നമുക്ക് പറ്റാത്ത ഒരു ഡയറ്റും ഒക്കെ ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു ക്രാഷ് ചെയ്ത് കുറേ വെയിറ്റ് നമ്മൾ കുറച്ചതുകൊണ്ട് ആക്ച്വലി പ്രയോജനമൊന്നുമില്ല. 6 മാസം കൊണ്ട് ഇത്ര വെയിറ്റ് കുറച്ചിട്ട് അടുത്ത 3 മാസം കൊണ്ട് അതിൻ്റെ ഇരട്ടി കൂട്ടിയിട്ട് ഒരു കാര്യമില്ല. സോ ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഡയറ്റ് തന്നെ ഫോളോ ചെയ്യണമെന്നുള്ളതാണ്. ഒരു ഡയറ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അതാണ്. അതായത് പലരോടും നമ്മൾ വെയിറ്റ് കുറയ്ക്കാൻ പറയുമ്പോഴത്തേക്കും ഭക്ഷണം ഒഴിവാക്കിക്കൊണ്ടുള്ള പല ടെക്നീക്സും ആൾക്കാർ ട്രൈ ചെയ്യും. അല്ലെങ്കിൽ ഒരു ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പേരുകളൊക്കെ എവിടെന്നെങ്കിലുമൊക്കെ കണ്ടുപിടിച്ചിട്ടായിരിക്കും ഇതെല്ലാം വരുന്നത്. ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റ് ചെയ്യുക, അതായത് കുറേ നേരം ഫാസ്റ്റിംഗ് ആയിട്ട് കിട്ടുമ്പോൾ അത് വെയിറ്റ് കുറയ്ക്കുക, അല്ലെങ്കിൽ ഞാൻ ഭക്ഷണം കഴിക്കാണ്ടിരിക്കുമ്പോൾ എൻ്റെ കാലറി കുറയുകയല്ലേ എന്നുള്ള ചോദ്യങ്ങളൊക്കെയാണ്. അപ്പം ഈ വെയിറ്റ് ഒരു ഡയറ്റ് എന്ന് പറയണത് എനിക്ക് തോന്നുന്നു നമ്മൾ ഡയറ്റ് അഡ്വൈസ് ചെയ്യുന്നതിൽ നല്ലത്. ഇപ്പം നമ്മളെല്ലാം നമ്മുടെ ഹോസ്പിറ്റലിൽ വി ടേക്ക് ഹെൽപ്പ് ഓഫ് ദ ഡയറ്റീഷ്യൻ. കാരണം ഇവരെ ഇന്നത് പറഞ്ഞ് ഇന്ന സമയത്ത് ഇന്നത് കഴിച്ച് നിങ്ങളല്ലെങ്കിൽ ഈ രീതിയിൽ സപ്ലിമെൻറ്റ് ചെയ്യുമെന്നെല്ലാം പറഞ്ഞിട്ടേ നമുക്കത് മാറ്റാൻ പറ്റത്തുള്ളൂ. അതായത് നമ്മളിരുന്നിട്ട് രാവിലെ ഉച്ചയ്ക്ക് ഇത്ര കഴിക്കൂ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. പല സ്ഥലങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട് ഇവർ ഓൺലൈനിൽ ഡയറ്റീഷ്യൻ്റെ ഹെൽപ്പെല്ലാം എടുത്തിട്ട് പല സമയങ്ങളിലും ഇവർ ആഡ് ചെയ്യാൻ പറയുന്നത് നമുക്ക് ചിലപ്പം കേരളത്തിൽ കിട്ടാത്ത പല സാധനങ്ങളും ആയിരിക്കും. ഈ റാസ്ബെറി മൾബറി ഒക്കെ കഴിക്കാൻ പറഞ്ഞാൽ ഐ ഡോണ്ട് തിങ്ക് അതൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ 4 കഷ്ണം കിവി കഴിക്കൂ എന്ന് പറഞ്ഞാൽ പറ്റില്ല. ഇതൊന്നും നമുക്ക് പ്രാക്ടിക്കലി പറ്റില്ല. അപ്പം ഇവൻ ഈ ഡയറ്റിൻ്റെ കാര്യത്തിൽ നമ്മൾ ഡയറ്റീഷ്യനായിട്ട് ഇരിക്കുമ്പം ഇവരോട് സംസാരിക്കേണ്ട ഇതാണ്. എനിക്കിതൊക്കെ പറ്റത്തുള്ളൂ, ഞാനിങ്ങനെ ജോലി ചെയ്യുന്ന ഒരാളാണ്, ഇതൊക്കെയാണ് വാട്ട് ഐ ക്യാൻ ഡൂ സം അഡ്ജസ്റ്റ്മെൻറ്റ്, ഇതിൽ എന്തൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഒരു ചിലപ്പോൾ നമ്മൾ കുക്ക് ചെയ്യുന്ന ഒരു സാധനം ഓൾസോ ഡിപ്പെൻസ്. ഇപ്പം അത്യാവശ്യം ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ പുള്ളി കുഴഞ്ഞു വീഴും. അത് അപ്പോൾ ആ ലെവലിലുള്ള മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഭക്ഷണം കൂടി കഴിക്കുകയും വേണം. അതുപോലെ തന്നെ ഇത് കൂടുതൽ വഷളാത്ത രീതിയിലൊരു ബാലൻസ് വെച്ച് പോകണം. ഫുള്ളി ഇപ്പം ഈ ഫാസ്റ്റിങ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ പുള്ളി പെട്ടെന്ന് ജോലി ചെയ്ത് കുഴഞ്ഞു വീഴും, പിന്നെ അല്ലെങ്കിൽ ഭയങ്കര ടയേർഡാകും, പിന്നെ ബാക്കിയുള്ള അസുഖങ്ങളൊക്കെ കൂടും. അതെ. അപ്പോൾ ഈ വെയിറ്റ് ലോസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അറ്റ്ലീസ്റ്റ് ഫാറ്റി ലിവറിൻ്റെ കേസിൽ അതാണ്. ഇപ്പം ഈ നമുക്ക് ഒരുപാട് പഠനങ്ങളുണ്ട്, ഈ പ്രത്യേകിച്ച് ഈ ബേരിയാട്രിക് സ്റ്റഡീസിൽ ഒരുപാട് പഠനങ്ങളുണ്ട്. അതായത് ഈ പോസ്റ്റ് സർജറിക്ക് ശേഷം, ബേരിയാട്രിക് സർജറികൾക്ക് ശേഷം, ഈവൻ നമ്മുടെ എൻഡോസ്കോപ്പിക് ആണെങ്കിലോ അല്ലെങ്കിൽ ഈവൻ സർജിക്കൽ ആണെങ്കിലോ ബേരിയാട്രിക് സ്റ്റഡീസിന് ശേഷം ഈ ഫാറ്റി ലിവർ ബയോപ്സി പ്രൂവൺ ആയിട്ടുണ്ട് നമുക്ക് ഫാറ്റി ലിവർ പൂർണ്ണമായിട്ടും ഇല്ലാതെയാകുന്നത്. സോ അത് അറ്റ്ലീസ്റ്റ് കാണിക്കുന്നത് ഇതാണ്, ദറ്റ് വെയിറ്റ് ലോസ് ഈസ് ഡെഫിനറ്റ്ലി ഗോയിങ് ടു ഹെൽപ്പ്. വെയിറ്റ് ലോസ് കൊണ്ട് തീർച്ചയായിട്ടും വ്യത്യാസങ്ങളുണ്ടാകും. നമ്മളതിന് എത്രത്തോളം കഷ്ടപ്പെടുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അങ്ങനെ കഷ്ടപ്പെട്ട് നമുക്ക് വെയിറ്റ് ലോസ് ചെയ്തത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി, അത് ഏത് സ്റ്റേജിലാണെങ്കിലും ഇറ്റ് ഈസ് റിവേഴ്സിബിൾ എന്നുള്ള രീതിയിലാണ് അവർ കാണിക്കുന്നത്. അപ്പോൾ നമുക്കിപ്പം ഈ എൻഡോസ്കോപ്പി വഴി നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് എന്തൊക്കെയുണ്ട്? അപ്പം നമ്മളിപ്പോൾ ചിന്തിക്കുകയാണെങ്കിൽ ഒരു ഇൻട്രാഗാസ്ട്രിക് ബലൂൺ, അതെ, വയറിൻ്റെ അകത്തിടുന്ന ബലൂൺ അത് ബേസിക്കലി നമുക്കതിൽ അച്ചീവ് ചെയ്യാൻ പറ്റുന്നത് ഒരു 12 to 15 kgs വെയിറ്റ് ലോസ് ഒരു 6 months. ഇത് ബലൂൺ ഇട്ടുകൊണ്ട് എല്ലാവരും വിചാരിക്കും ബലൂൺ ഇട്ടുകൊണ്ട് മാത്രം വെയിറ്റ് കുറയുന്നത്. അത് ഇപ്പോൾ കുറേ നമുക്കൊരു ഈ ഇൻ്റർനാഷണൽ പേഷ്യൻസ് വരുവേ, അവർ നല്ല തടിയുണ്ട്, അവർക്ക് വീൽ ചെയറിലൊക്കെയാണ് വരുന്നത്. അപ്പോൾ അവർക്ക് പ്രായമുണ്ട്, അതുകൊണ്ട് അസോസിയേറ്റഡ് ആയിട്ട് ഹാർട്ടും ലങ്സും അസുഖങ്ങളുണ്ട്. സോ അവർ ഈ ബാരിയാട്രിക് സർജറിക്ക് ഫിറ്റല്ല. അപ്പോൾ അവരോട് എന്തായാലും അവരുടെ വിചാരത്തിൽ കാണാൻ ഒരു ബലൂൺ ഇട്ടാൽ അവരുടെ വെയിറ്റ് കുറയും, അപ്പോൾ ബാക്കി അസുഖങ്ങളൊക്കെ മാറും. ഇത് ബലൂൺ ഇട്ടാൽ നമ്മൾ എക്സസൈസും കൂടി ചെയ്താലേ അതിന് പ്രയോജനമുള്ളൂ. ബലൂൺ ഇട്ടിട്ട് അവർ നടക്കാതിരുന്നിട്ട് പിന്നെ ഒരു കാര്യമില്ല. ഈ വീൽ ചെയറിൽ നിന്ന് ഇറങ്ങി അവർക്ക് നടക്കാൻ പോലും പറ്റത്തില്ല. സോ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ മീൻസ് ഇതുപോലെ പേഷ്യൻസ് നമ്മൾ പേഷ്യൻറ്റിനെ കറക്റ്റായിട്ട് സെലക്ട് ചെയ്യണം. ഇപ്പം ഏതൊരു ഈവൻ ബേരിയാട്രിക് പ്രൊസീജിയറിനാണെങ്കിലും ഇപ്പം നമ്മുടെ ത്രെഷോൾഡ് മേ ബി കുറച്ച് കുറവായിരിക്കും, അതായത് പ്രൊസീജിയേഴ്സ് വരുമ്പോഴത്തേക്കും. പക്ഷേ കറക്റ്റായിട്ട് സെലക്ട് ചെയ്തെങ്കിൽ മാത്രമാണ് അറ്റ്ലീസ്റ്റ് ഈ ഇൻട്രാഗാസ്ട്രിക് ബലൂൺ പോലുള്ള പ്രൊസീജിയർക്ക് പേഷ്യൻറ്റിൻ്റെ സെലക്ഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മൾ അതുകൊണ്ട് അവർക്കൊരു ബെനിഫിറ്റ് കിട്ടുമെന്നുള്ളവർക്ക് മാത്രം ചെയ്യുക, ആൻഡ് ദെൻ അവർക്ക് റിസൾട്ട് കിട്ടാം. നല്ലൊരു പ്രൊസീജിയർ. നമ്മൾ തുടക്കത്തിൽ ബലൂൺ ഇടുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും, അതൊക്കെ ഭയങ്കര ചെറിയൊരു വേദനയും ഛർദിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് അവരോട് അത്രയും മോട്ടിവേറ്റഡ് ആയ ആൾക്കാരാണെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. OPD വളരെ ഇപ്പം നമ്മുടെ ഒരു കോമൺ ആയിട്ട് നമ്മൾ പറഞ്ഞിപ്പം ബ്ലീഡിങ്, മോഷനിൽ രക്തം കണ്ടു, അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നു ഇത് പൈൽസ് മാത്രമാണ്. അതെ, ഏതൊരാൾക്കും താഴത്തോടെ ബ്ലഡ് വന്നു കഴിഞ്ഞാൽ, മലദ്വാരത്തിലൂടെ ബ്ലഡ് വന്നാൽ അത് പൈൽസാണ്. അത് എല്ലാവരും ഒരു കൺഫേം ഡയഗ്നോസ് ആണ്. അത് ഐ തിങ്ക് നമ്മൾ കുറേ കൂടി പൈൽസും അല്ലെങ്കിൽ ഒരു ഫിഷറിൻ്റെ ഇതായിരിക്കാം. ബട്ട് ദർ ആർ പീപ്പിൾ ഓൾസോ ദാറ്റ് ഇപ്പോൾ എസ്പെഷ്യലി പ്രായമുള്ളവർക്ക് നമ്മൾ ഈ മലദ്വാരത്തിന് കയറുമ്പോൾ തന്നെ ഒരു 10-15 സെൻറ്റിമീറ്റർ ഉള്ളിൽ ഒരു വലിയൊരു മുഴ,
അതിൽ മോഷൻ ഉരഞ്ഞുരഞ്ഞാണ് ബ്ലഡ് വരുന്നത്. സോ ദാറ്റ് ഈസ് ഓൾവേസ്. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയെങ്കിലും നമ്മളിപ്പോൾ എല്ലാ പൈൽസ് എന്ന് വിചാരിച്ചത് ട്രീറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ ചിലർ പോയി പൈൽസ് എന്ന് പറഞ്ഞാൽ ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് അല്ലെങ്കിൽ മീൻസ് അല്ലെങ്കിൽ കരിക്കുക കാര്യങ്ങളൊക്കെ ചെയ്യാറില്ല, ലൈഗേഷൻ വെച്ച് കരിക്കും. അത് ചെയ്തിട്ട് കുറേ പേര് വന്നിട്ടുണ്ട്. ചിലരൊക്കെ 6 മാസം 1 വർഷം അതിനെ ടൈം വേസ്റ്റ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോഴത്തേക്ക് നമ്മൾ വന്ന് നോക്കുമ്പോൾ ഓൾറെഡി അത് മുഴയും വലിയതായി, കുടൽ വെളിയിലോട്ട് സ്പ്രെഡായി, എല്ലാം കഴിഞ്ഞിട്ട് നമ്മളെപ്പോഴും പറയും, ബ്ലഡ് മലദ്വാരത്തിലൂടെ ബ്ലഡ് വരിക എന്ന് പറഞ്ഞാൽ ഒരിക്കലും അതൊരു നോർമൽ പ്രോസസ്സ് അല്ല. അല്ലെങ്കിൽ അതിനെ നിസാരവൽക്കരിക്കാൻ ഒരു രീതിയിലും പറയും, ഏതൊരു പ്രായത്തിലും. കാരണം ഇപ്പം ഈവൻ പീഡിയാട്രിക് ഏജ് ഗ്രൂപ്പിൽ വന്നാലും നമ്മുടെ ഏജ് ഗ്രൂപ്പിൽ വന്നാലും ഒരിക്കലും അത് ബ്ലഡ് അല്ലേ കുഴപ്പമില്ല ഇനി വരുമ്പോൾ നോക്കാമെന്നുള്ളൊരു കൺസെപ്റ്റ് ആക്ച്വലി നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ബ്ലഡ് ആണെങ്കിൽ എന്തൊരു അസുഖത്തിൽ നിന്നാണെങ്കിലും നമ്മൾ അറിയണം ഇത് എവിടെ നിന്നാണ് വന്നതെന്നുള്ളത്. നമുക്കൊരു റൈറ്റ് ഡയഗ്നോസിസ് ഉണ്ടെങ്കിൽ റൈറ്റ് ട്രീറ്റ്മെൻറ്റ് പറയാം. ഇനി പൈൽസോ ഫിഷറോ ഫിസ്റ്റിലോ ഇനി എന്താണെങ്കിലും നമുക്കൊരു റൈറ്റ് ഡയഗ്നോസിസ് വേണം, അത് തീർച്ചയായിട്ടും വേണം. അപ്പം നമുക്ക് അതിനുള്ളൊരു എക്യുപ്മെൻ്റ് ഉള്ളതെങ്കിൽ നമുക്ക് അതിനുള്ളൊരു സൗകര്യമുണ്ട്. അപ്പോൾ ഡയഗ്നോസിസ് കിട്ടുന്നതിൽ ആർക്കും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവരുത്. അതുകൊണ്ട് നമ്മളൊരു സിഗ്മോയിഡോസ്കോപ്പിയോ അല്ലെങ്കിൽ ഈ കൊളോണോസ്കോപ്പി എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ, ഇപ്പോൾ കേവലം 10-15 മിനിറ്റോ എടുക്കുന്ന ഒരു ടെസ്റ്റ് മാത്രമാണ്. അല്ലെങ്കിൽ ഇപ്പം ഈ എൻഡോസ്കോപ്പി പോലെ തന്നെ ആൾക്കാർക്ക് പേടിയുള്ള ഒരു ടെസ്റ്റ് തന്നെയാണ് കൊളോണോസ്കോപ്പി. ഈ മലദ്വാരത്തിലൂടെ ഈ ഒരു വലിയ ട്യൂബ് അകത്തോട്ടൊക്കെ പോയി കുടലൊക്കെ കുത്തി ഇളക്കി മറിക്കുമല്ലേ എന്നൊക്കെ ആയിരിക്കും ചോദ്യങ്ങളോ അല്ലെങ്കിൽ ആൾക്കാരുടെ ചിന്തകളോ. അല്ലെങ്കിൽ ഇത്ര സിമ്പിളായിട്ടുള്ളൊരു ടെസ്റ്റിൽ ഡയഗ്നോസിസ് ഒരു രോഗത്തിൻ്റെ ഇന്നതാണ് എൻ്റെ രോഗമെന്ന് അറിഞ്ഞാൽ തന്നെ പാതി നമുക്ക് എളുപ്പമായി. അല്ലെങ്കിൽ നമ്മുടെ ട്രീറ്റ്മെൻറ്റിലൊരു ക്ലാരിറ്റി ഉണ്ട്. സംശയിച്ചൊരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ട കാര്യം ഒരു ജനറൽ ലെവലിൽ അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ലൈൻ എന്നുള്ള രീതിയിലൊക്കെ ആൾക്കാർക്ക് ചിലപ്പോൾ പറയായിരിക്കും ഇത് അങ്ങനെയാണ്, അതിന് ഈ മരുന്ന് കഴിക്കുക, അല്ലെങ്കിൽ ഒരു വയറ്റിൽ നിന്ന് അഴിഞ്ഞ് പോകാനുള്ള മരുന്ന് കൊടുക്കുന്നതൊക്കെ ഒരു ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ്. ഒരിക്കലും ഒരു സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കും നമുക്കും ഇതൊരിക്കലും പറയാൻ പറ്റത്തില്ല. സോ മാൻഡേറ്ററി ആയിട്ടും എസ്പെഷ്യലി പിന്നെ പ്രായം. ഇപ്പം നമ്മളിപ്പം അമേരിക്കയിലൊക്കെ നോക്കുമ്പോൾ ഇപ്പം പണ്ട് 60 ആയിരുന്നു, ഇപ്പോൾ 50 ഇയേഴ്സിന് മേളിൽ എപ്പോഴും ഒരു ക്യാൻസർ സ്ക്രീനിങ്ങിൻ്റെ ഭാഗമായിട്ട് അവർ കൊളോണോസ്കോപ്പി അഡ്വക്കേറ്റ് ചെയ്യും. അതെ. അപ്പോൾ നമ്മൾ കൊളോണോസ്കോപ്പി ചെറിയ മുഴകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവൾ നേരത്തെ കണ്ടുപിടിച്ചിട്ട് അത് കട്ട് ചെയ്യുക. പിന്നെ അവർ പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് നെക്സ്റ്റ് ഒരു 10 ഇയേഴ്സിന് വേണ്ടി ഒരു കുഴപ്പമുണ്ടാവില്ല. അതായത് ഈ പോളിപ്പുകൾ നമ്മൾ കണ്ടുപിടിക്കുന്നു, അതായത് ഈ പോളിപ്പുകൾ അതേ സെറ്റിങ്ങിൽ തന്നെ നമുക്കതിനെ മാറ്റാമെന്നുള്ള, അതായത് പിൽക്കാലത്ത് ക്യാൻസറായി മാറാകുന്ന തടിപ്പുകളെയാണ് നമ്മൾ ആക്ച്വലി റിമൂവ് ചെയ്ത് മാറ്റുന്നത്. ഇപ്പോൾ ഈ 50 വയസ്സിലെ എല്ലാ 50 വയസ്സുകാരെയും സ്ക്രീൻ ചെയ്യാൻ ചിലപ്പോൾ ഇന്ത്യയിൽ പറ്റത്തില്ല, ഈ മോണിറ്ററി ഒരു പ്രോബ്ലം ഉള്ളതുകൊണ്ട്. പക്ഷേ അറ്റ്ലീസ്റ്റ് നമ്മൾ ഈ റെഡ് ഫ്ലാഗ്സ് പോലെ നമ്മൾ കാണുമ്പോൾ, റെഡ് ഫ്ലാഗ് സൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപകടകരമായ സൂചനകൾ ഇവരിൽ കാണുമ്പോൾ, അതായത് വെയിറ്റ് കുറയുന്നു, അല്ലെങ്കിൽ ആഹാരം വിശപ്പില്ലായ്മ വരുന്നു, മലദ്വാരത്തിൽ അത് ബ്ലഡ് വരുന്നു, അല്ലെങ്കിൽ നമ്മുടെ പെട്ടെന്നൊരു ചേഞ്ച്, അതായത് വയറ്റിൽ നിന്ന് പോകുന്നതിൽ പെട്ടെന്നൊരു ചേഞ്ച് വരുന്നു, കളറ് വ്യത്യാസം, മലത്തിൻ്റെ കളറ് വ്യത്യാസം വരുന്നു, ഷേപ്പിൽ വ്യത്യാസം വരുന്നു, പോകാൻ തടസ്സം, പെട്ടെന്ന് ഇതൊന്നും ഉണ്ടായിരുന്നില്ല, പെട്ടെന്ന് ഇങ്ങനെയുള്ള ചേഞ്ചസ് ഒരു 60 വയസ്സിന് മുകളിലൊക്കെ കണ്ടാൽ ഒരു അബ്സല്യൂട്ട് ഇൻഡിക്കേഷനായിട്ട് തന്നെ കരുതിയിട്ട് ഫാമിലി ഹിസ്റ്ററി അതുപോലെ തന്നെ വീട്ടിൽ ആർക്കെങ്കിലും കുടൽ സംബന്ധമായോ വയറ് സംബന്ധമായോ ക്യാൻസറുകളൊക്കെ ഉണ്ടെങ്കിൽ ഈവൻ നമ്മുടെ ഈ കൊളോണോസ്കോപ്പിക് സ്ക്രീനിങ് ഒരു മാൻഡേറ്ററി ആയിട്ട് തന്നെ വരണം. കാരണം ഇതിൻ്റെ കോസ്റ്റ് അല്ലെങ്കിൽ ഒരു പൈസ എന്ന് പറയുന്നത് ഭയങ്കരമായ ഒരു സർജറി ചെയ്യുന്നതിൻ്റെ അത്രയൊന്നും വരുന്നില്ല. ഇപ്പം ഏതാനും ഒരു 5000 രൂപയുടെ ഉള്ളിലൊക്കെ ഈ ടെസ്റ്റുകൾ നമുക്ക് സാധാരണഗതിയിൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിൽ നിന്നും കിട്ടുന്ന ഇൻഫർമേഷനാണ് ഇമ്പോർട്ടൻ്റ്. അല്ലെങ്കിൽ ഇതൊരു കാര്യത്തിന് നമ്മൾ സ്ക്രീൻ ചെയ്യുന്നു, ഇപ്പോൾ ഇതിലൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അടുത്ത 3 വർഷമോ 5 വർഷമോ കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ നോക്കിയാൽ മതി. നമുക്ക് പീഡിയാട്രിക് ഏജ് ഗ്രൂപ്പിൽ ബ്ലീഡിംഗ് ആണോ അപ്പോൾ ഹോസ്പിറ്റലിൽ എത്തിയിരിക്കും. അതെ, പീഡിയാട്രിക്കിൽ വ്യത്യസ്തമായിട്ട് അഡൽട്ടുമായിട്ട് വ്യത്യസ്തമായിട്ട് ബ്ലീഡിങ് നമുക്ക് പ്രശ്നം ഉണ്ടാകുന്ന സാധാരണ വയറുവേദന മോസ്റ്റ്ലി പേരൻസ് പറയും ആ ചുമ്മാ ഇരിക്കുന്ന സ്കൂളിൽ പോകാനുള്ള മടിയാണ്, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞ് അവരത് ലൈറ്റായിട്ട് വിടും. അതിങ്ങനെ ക്രോണിക്കായിട്ട് കിടന്ന് കുറേ നാൾ കഴിഞ്ഞ് ഇപ്പം നിങ്ങൾക്ക് 1 ഇയർ ഒക്കെ എടുക്കും ബ്ലീഡിങ് PR ഒക്കെ വരാനായിട്ട്. രക്തം മലത്തിൽ കാണുന്നതൊക്കെ നിങ്ങൾക്ക് ടൈം എടുക്കും. ഹെമറോയിഡാന്ന് പറഞ്ഞിരിക്കുന്ന പോലെയാണ് നമുക്ക് വയറുവേദന. പക്ഷേ നമുക്ക് രക്തം മലത്തിൽ കണ്ട അപ്പം പേഷ്യൻ്റ് എത്തും ഹോസ്പിറ്റലിൽ, നമുക്ക് ഡിലേ വരത്തില്ല അതിന്. പക്ഷേ വയറുവേദന മിക്കവാറും പേരൻസ് പറയും അത് ചുമ്മാ അത് മടിയാണ്, അങ്ങനെ നിൻ്റെ തോന്നലാണ്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞ് സൈക്കോളജിക്കൽ ഇതാക്കി മാറ്റി വിടും. നമുക്കൊരു പേഷ്യൻ്റ് പീഡിയാട്രിക്കിലും ഇതേപോലെ തന്നെ ഈ ഒരു ബവൽ ഹാബിറ്റ് ചേഞ്ച് വരുമ്പോൾ നമ്മൾ സാധാരണ വേറെയും അസുഖങ്ങൾ സസ്പെക്ട് ചെയ്യാറുണ്ട്. അതായത് ഈ ഡയറ്റിലുള്ള വ്യത്യാസങ്ങളല്ലാതെ ഇപ്പോൾ പെട്ടെന്ന് ഒരു കോൺസ്റ്റിപ്പേഷനോ അല്ലെങ്കിൽ ഒരു ചേഞ്ചിൻ്റെ ഇത് വന്നാലും നമ്മളും ഈ പീഡിയാട്രിക്കിൽ ഇതേപോലെ തന്നെ കൊളോണോസ്കോപ്പിയും ഒക്കെ ചെയ്യേണ്ടി വരാറുണ്ട്. പിന്നെ നമുക്ക് ഈ വയറുവേദന സൈക്കോളജിക്കൽ ചില കുഞ്ഞുങ്ങളുണ്ട്. ഇപ്പം നമുക്ക് കുറച്ച് നാൾ മുമ്പേ ഒരു പേഷ്യൻ്റ് വന്നു, കണ്ടിന്യൂസ് വയറുവേദന നമ്മൾ പീഡിയാട്രിക്കിൽ എപ്പോഴും സസ്പെക്ട് ചെയ്യുന്ന ഒരു ഡയഗ്നോസിസ് സൈക്കോളജിക്കൽ പ്രശ്നം. അത് നമ്മുടെ ബാക്ക് ഓഫ് മൈൻഡിലാണ്, എല്ലാം റൂൾ ഔട്ട് ചെയ്ത് ഒന്നുമില്ല എന്ന്
ഡയഗ്നോസ് ചെയ്താലേ നമ്മൾ അറ്റ് ലാസ്റ്റ് പറയത്തുള്ളൂ അത് സൈക്കോളജിക്കൽ പ്രശ്നം കൊണ്ടുള്ളതാണ്. അപ്പം ഈ കുട്ടി വന്നു, ആദ്യം പറഞ്ഞവർ വേറെ ഡോക്ടറെ അടുത്ത് പോകും. അതെ അതെ അതെ, കൺവിൻസ് ചെയ്യാൻ വലിയ പാടാണ്. അപ്പം നമ്മൾ ഫസ്റ്റ് വരുമ്പോഴേ സൈക്കോളജിക്കലാണ് പറയാനും പറ്റത്തില്ല ശരിക്കും പറഞ്ഞാൽ. അപ്പം പേരൻസ് ഒരു കുഞ്ഞിനെയും കൊണ്ട് വന്നു, ഒരു 5 year old ചൈൽഡ്. ആ കുട്ടിക്ക് വയറുവേദനയ്ക്ക് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ക്ലിനിക്കലി നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പം സ്കോപ്പിക്ക് പറഞ്ഞു, എൻഡോസ്കോപ്പി അവർ വില്ലിങ് ആയി, എൻഡോസ്കോപ്പി ചെയ്തു. എൻഡോസ്കോപ്പിയിൽ ഒന്നുമില്ല. നമുക്ക് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാമെന്നൊക്കെ ചെയ്തു, ഒന്നുമില്ല. അറ്റ് ലാസ്റ്റ് ഡയഗ്നോസിസ് നമുക്ക് ഒന്നുമില്ല, വയറുവേദനയുടെ കാരണമില്ല. അത് കഴിഞ്ഞപ്പം നാച്ചുറലി സൈക്കോളജിക്കൽ ഇഷ്യൂ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് വീട്ടിലെന്തെങ്കിലും സ്ട്രെസ് ഫാക്ടേഴ്സ് ഉണ്ടോ, പേരൻസിനെ മാറ്റിയിരുത്തി സംസാരിച്ചു, കൊച്ചിനെ മാറ്റിയിരുത്തി സംസാരിച്ചു. അപ്പം പേരൻസ് പറയുന്നത് ക്ലാസ്സിൽ ഫസ്റ്റാണ്, ഈ ക്ലാസ്സിൽ ടോപ്പേഴ്സിന് പ്രശ്നമൊന്നും വരത്തില്ലെന്ന് പേരൻസിന് ഒരു തെറ്റിദ്ധാരണയുണ്ട്, അത് വേറെ. എനിവേ, അപ്പം ക്ലാസ്സിൽ ഫസ്റ്റാണ് കുട്ടി. പേരൻസ് തമ്മിൽ ഇഷ്യൂസ് ഒന്നുമില്ല, വീട്ടിൽ വേറെ പ്രോബ്ലംസ് ഇല്ല, ഫിനാൻഷ്യലി അവർ ഓക്കെയാണ്, ഒരു പ്രോബ്ലം നമുക്ക് എലിസിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവസാനം കൗൺസിലറിൻ്റെ അടുത്ത് വിട്ടു. സൈക്കോളജിസ്റ്റ് ചോദിച്ച് വന്നപ്പോൾ എന്താ, കുട്ടിയുടെ ബെസ്റ്റ് ഫ്രണ്ട് മിണ്ടുന്നില്ല. സോ ആ പ്രോബ്ലം സോൾവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കൊച്ചിൻ്റെ വയറുവേദന പോയി. സോ ആ വയറുവേദനയുടെ കോസ് അതായിരുന്നു. അപ്പം സൈക്കോളജിക്കൽ ഇഷ്യൂസ് നമുക്ക് തോന്നും, പേരൻസ് പറയുന്ന കുട്ടി ഹാപ്പിയാണ്, സ്കൂളിൽ ഫസ്റ്റാണ്, വീട്ടിൽ പ്രശ്നമില്ല, പേരൻസ് തമ്മിൽ പ്രശ്നമില്ല, ഒരു പ്രശ്നമില്ല. പക്ഷേ കൊച്ചു കുട്ടികൾക്ക് സ്ട്രെസ് ഉണ്ടാക്കുന്നത് ഇത്ര കാര്യങ്ങളാണ്, ചെറിയ മിനിമം, നമ്മളെ പ്രതീക്ഷിക്കത്തേ ഇല്ല. അപ്പം എന്തായാലും ഞാൻ പറഞ്ഞ വയറുവേദന ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ വരണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഹോസ്പിറ്റലിൽ വന്ന് ഇത് ഇവാലുവേറ്റ് ചെയ്യണം. കാരണം ഇപ്പം കുട്ടി ഹാപ്പിയാണ്, ഫ്രണ്ട് മിണ്ടാൻ തുടങ്ങി, കൊച്ചു ഹാപ്പിയാണ്. അപ്പം ഈ പിള്ളേരിൽ ഇപ്പോൾ ഈ ബ്ലീഡിംഗ് ആയിട്ട് വരുമെന്ന് പറഞ്ഞില്ല, അപ്പം അതിൽ കോമൺ കോസസ് എന്തൊക്കെയാണ്? അതിൽ 2-3 കോമൺ കോസസ് ആണ് നമുക്ക് മെയിനായിട്ടുള്ളത്. ഒന്ന് ഈ പറഞ്ഞ പോലെ കോൺസ്റ്റിപ്പേഷൻ, അതാണ് കോമണസ്റ്റ് കോസ്. രണ്ടാമത് ഇൻഡ്യൂസെപ്ഷൻ, അതായത് കുടലിനുള്ളിൽ കയറിയിട്ട് കുഞ്ഞുങ്ങൾ വരുമ്പം ബ്ലഡ് ഇൻ സ്റ്റൂൾ വരാം. പിന്നെ ഉള്ളത് ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ്. അപ്പം അങ്ങനെ ഓരോരോ കാര്യങ്ങളാണ്. നമ്മളപ്പോൾ അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇവാലുവേറ്റ് ചെയ്ത് നമ്മൾ ആദ്യം ഏനൽ ഫിഷറൊക്കെ ഉണ്ടോ നോക്കും, ഉണ്ടെങ്കിൽ നമ്മൾ ലാക്സേറ്റീവ് ഒക്കെ കൊടുത്ത് ട്രൈ ചെയ്യും. പിന്നെ പോളിപ്പുകൾ കുഞ്ഞുങ്ങളിൽ വരാം, ജുവനൈൽ പോളിപ്പ് വരാം. മാലിഗ്നൻസീസ് ഒന്നും കുഞ്ഞുങ്ങളിൽ നമുക്ക് അങ്ങനെ ഇല്ല. ഇതൊക്കെയാണ് സാധാരണ പെറക്ടൽ ബ്ലീഡിംഗ് ആയിട്ട് കുഞ്ഞുങ്ങൾ വരുമ്പോൾ കോമൺ ആയിട്ടുള്ള കാരണങ്ങൾ. ഈ IBS എത്ര കോമൺ ആയിരിക്കും കുട്ടികളിൽ? IBS ആക്ച്വലി നമുക്ക് അധികം ഇല്ല, മേ ബി 2-3% ഒക്കെ ഞാൻ കാണാറുള്ളൂ നമ്മുടെ ഒരു പോപ്പുലേഷൻ. പക്ഷെ കുറച്ചുകൂടെ കൂടുതലാന്ന് തോന്നുന്നു എനിക്ക്. കുറച്ചും കൂടെ അല്ല, ഒരുപാട് കൂടുതലാണ്. അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലേക്ക് ഒരു ഇൻസിഡൻസ് എടുത്തു കഴിഞ്ഞാൽ ഐ തിങ്ക് അതൊരു 30% മുകളിലേക്ക് പോകും. ഭയങ്കര കറക്റ്റായിട്ടുള്ള സ്റ്റഡീസ് ഇല്ലെങ്കിൽ ഈവൻ 30% മുകളിൽ IBSൻ്റെ ഒരു പോകുന്നുണ്ട്. പിന്നെ തീർച്ചയായിട്ടും പ്രിവലൻസ് അതാണ് ഭയങ്കരമായ കോമൺ ആണ്. പ്രത്യേകിച്ച് ഇപ്പം ഈ നമ്മുടെ ഹോസ്പിറ്റൽ ഈ ഒരു IT സെഗ്മെന്റിൽ ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് IBS റിലേറ്റഡ് ആയിട്ടുള്ള സിംറ്റംസ് ഒരുപാട് കൂടുതലാണ്. അപ്പം ഈ അവരെ എന്തുവാ നമ്മൾ ആക്ച്വലി ഡീൽ ചെയ്യുന്നത് എങ്ങനെയാ? ബേസിക്കലി ഈ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്ന് പറയുന്ന ഒരു ഡയഗ്നോസിസ്, അതായത് ചെറിയ 5 ദിവസത്തെ വയറുവേദനയ്ക്കോ 5 ദിവസത്തെ ഗ്യാസിനോ അല്ലെങ്കിൽ ഒരു പെട്ടെന്നുള്ള ഒരു ചേഞ്ച് ഇൻ ബവലിനോ ഒന്നും നമ്മൾ ആക്ച്വലി അവരങ്ങനെ ഡയഗ്നോസ് ചെയ്യാൻ പറ്റത്തില്ല. IBSൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ അസുഖത്തിൻ്റെ ഒരു ക്രോണിസിറ്റിയാണ്. അതായത് ഇപ്പം നമ്മളൊരു ക്രൈറ്റീരിയ വെച്ച് പോലും ഒരു 6 മാസമെങ്കിലും ഈ രോഗലക്ഷണം ഉണ്ടെങ്കിൽ മാത്രമാണ് ഇവരെ നമുക്ക് IBS എന്നോ ഇറിറ്റബിൾ ബവൽ എന്നോ പറയാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇതിൻ്റെ ഒരു അവയർനെസ് ഈവൻ നമ്മുടെ ഒരു യങ് പോപ്പുലേഷനിൽ ആക്ച്വലി നന്നായിട്ടുണ്ട്. അതായത് പലരും ഇത് IBS ആണോ ആകാമല്ലേ, അതും ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസും തമ്മിൽ അവർക്ക് വളരെ ഒരു ഇതാണ്, ഇത് IBS ആണോ IBD ആണോ എന്നൊക്കെ അറിയാനായിട്ട് ഭയങ്കര താല്പര്യമുണ്ട്. അപ്പം ഈ ഒരു ക്രോണിസിറ്റിയുടെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അതും ഇവരുടെ ഈ വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതായത് അവർക്ക് ബ്ലോട്ടിംഗ് ഉണ്ടാകാം, ബെൽച്ചിങ് ഉണ്ടാകാം, ആസിഡ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം, അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർ പറയുന്നത് ചേഞ്ച് ഇൻ ബവലാണ്. അതായത് വയറ്റിൽ നിന്ന് പോകുന്നതിലുള്ള വ്യത്യാസങ്ങൾ തന്നെയായിരിക്കും എല്ലാവർക്കും ഉള്ളത്. പെട്ടെന്ന് പോകണമെന്ന് തോന്നുക, പെട്ടെന്നൊരു സെൻസേഷൻ ആയിരിക്കും ഒരു ആഹാരം കഴിച്ച ഉടനെ. അതും വലിയൊരു ആൾക്കാരുടെ ഒരു ഇൻഫാക്റ്റ് ഇതൊരു ഭയങ്കര ഒരു മിത്താണ്. അതായത് ഭക്ഷണം കഴിച്ചു, അത് പേരൻസ് ആയിരിക്കും കേട്ടോ പറയുന്നത് അവർ, അതായത് ഞാൻ ആഹാരം കഴിച്ച ഉടനെ പെട്ടെന്ന് എൻ്റെ വയറ്റിൽ നിന്ന് പോവുകയാണ്, ഇത് വയറിൽ നിൽക്കുന്നില്ല, പിന്നെ ഇവൻ്റെ ശരീരം അങ്ങനെ നന്നാവും. അപ്പം നമുക്കിത് പറയാൻ പറ്റത്തില്ല. ഈ കഴിക്കുന്ന ഭക്ഷണം ഒരു 4 മണിക്കൂറെങ്കിലും നമ്മുടെ വയറുണ്ട്, അത് കഴിഞ്ഞിട്ട് ഒരു 7 മീറ്റർ ചെറുകുടലും പിന്നെ ഒരു 1.5 മീറ്റർ വൻകുടലും ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഓടിപ്പെട്ടെന്ന് താഴത്തേക്ക് എത്തത്തില്ല. അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ഒരു ക്യാരറ്റിൻ്റെയോ ക്യാബേജിൻ്റെയോ കഷ്ണം കണ്ടു കഴിഞ്ഞാൽ ദഹനമേ ഇല്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മലം പരിശോധിച്ച റിസൾട്ടിൻ്റെ അകത്തുണ്ടാവും, ചില ലാബുകൾ കൊടുക്കും അൺഡൈജസ്റ്റഡ് ഫുഡ് പാർട്ടിക്കിൾ, അതോടെ അവൻ്റെ ദഹനം മൊത്തം പോയെന്നുള്ള രീതിയിലാണ്, ഇനി ദഹിക്കാത്ത ഒരു മനുഷ്യനായിട്ടാണ് നമ്മുടെ അടുത്തേക്ക് വരിക. അപ്പം ഇതൊക്കെ റിപ്പോർട്ട്സിൽ കാണുന്നുണ്ട്. റിപ്പോർട്ട്സിനെ ചികിത്സിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അതിലൊരുപാട് കാര്യങ്ങളുണ്ടാവും.
അപ്പം ഈ IBS-ൽ നമുക്ക് ഒരു ഫ്രീക്വൻറ്റ് സെൻസേഷൻ ഉണ്ടാകും. അതായത് നമ്മുടെ കുടലിൻ്റെ മൂവ്മെൻറ്റിനെ ബാധിക്കുന്ന ഒരു അസുഖമാണ് IBS ജനറലി. വേറെ അതല്ലെങ്കിൽ അതുകൊണ്ട് ഒരു ക്രോണിക് പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഒരു വെയിറ്റ് ലോസോ അനീമിയോ ഒന്നും തന്നെ അവരിൽ ഉണ്ടാവില്ല. കുടലിൻ്റെ മൂവ്മെൻറ്റ് ചില സമയങ്ങളിൽ ഫാസ്റ്റ് ആകുന്നു, ആ സമയത്ത് അവർക്ക് ഡയേറിയ ആയിരിക്കും, ചില സമയത്ത് സ്ലോ ആകും. ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഒരു പോപ്പുലേഷൻ എടുത്തു കഴിഞ്ഞാൽ ഈവൻ അത് കോമൺ ആയിട്ടും കാണുന്നത് അവരുടെ സിംറ്റം ഡയേറിയ സിംറ്റംസ് ആയിരിക്കും, അല്ലെങ്കിൽ കുറച്ച് മിക്സ്ഡ് ആയിട്ട് വരുന്ന ഒരു സിംറ്റംസ് ആയിരിക്കും. അങ്ങനെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്യും. ഡയറി റിലേറ്റഡ്, IBS, കോൺസ്റ്റിപ്പേഷൻ, പിന്നെ മിക്സഡ്. നമ്മൾക്ക് പിന്നെ റൂൾ ഔട്ട് ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, അത് ഇൻഫ്ലമേറ്ററി ആണോ ഇല്ലയോ. അതിന് എന്തായാലും ഒരു എൻഡോസ്കോപ്പി കൊളോണോസ്കോപ്പി കൂടെ ആകുമ്പോൾ ഒരു ബേസിക് സ്ക്രീനിങ് അവരുടെ കഴിഞ്ഞു. ഇതെല്ലാം നോർമൽ ആകുമ്പോഴാണ് നമ്മൾ ഓക്കെ ഫൈൻ, ഇത്രയും ക്രോണിസിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ അവരെ IBS ആയിട്ട് നമ്മൾ ടാഗ് ചെയ്യുവാണ്. പിന്നെ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ വശത്തിലേക്ക് വരുമ്പോഴാണ് ഭയങ്കര പാട്. അതായത് IBS എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയൊക്കെ പറഞ്ഞാലും കുടലിൻ്റെ മൂവ്മെൻ്റ് ആണെന്ന് പറഞ്ഞാലും ഇതിനെ ഒരു ട്രിഗർ ചെയ്യുന്ന ഒരു അണ്ടർലൈങ് സ്ട്രെസ് ഫാക്ടർ ഇതിൻ്റെ അകത്ത് എപ്പോഴും ഉണ്ടാവും. പക്ഷേ ഇതിൻ്റെ ഈ സ്ട്രെസ് എന്ന് പറഞ്ഞ ഒരു അസുഖത്തിനോടുള്ള ഒരു അക്സെപ്റ്റൻസ് ഭയങ്കര കുറവാണ്. അല്ലെങ്കിൽ അതിനെയും നമ്മൾ ഡീൽ ചെയ്യണം, അല്ലെങ്കിൽ ആ സ്ട്രെസ്സിനെ അഡ്രസ്സ് ചെയ്യാണ്ട് ഈ അസുഖം മാറാൻ പോകുന്നില്ല. ഇപ്പോൾ സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് ആയിട്ട് വരുന്ന ഒരു അസുഖമാണെങ്കിൽ സ്ട്രെസ്സിനെ അഡ്രസ്സ് ചെയ്യണം, അല്ലെങ്കിൽ ആ സ്ട്രെസ്സിനെ നമ്മൾ ട്രീറ്റ് ചെയ്യണം. അപ്പം അതിനോടുള്ള ഒരു സ്റ്റിഗ്മ എപ്പോഴും ഉണ്ട്, ആരോട് നമ്മൾ പറഞ്ഞാലും. പിന്നെ ഒരു എൻറ്റിറ്റി ഉണ്ട് പോസ്റ്റ് ഇൻഫെക്ഷസ് IBS. അതാണെങ്കിൽ നമുക്ക് ഇൻഫെക്ഷൻ വന്ന് മാറി എൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അതുണ്ട്. ബട്ട് നമുക്ക് പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ കൂടുതലും ഇത് പറഞ്ഞ പോലെ സ്ട്രെസ് റിലേറ്റഡ് ആണ് കുറേ കണ്ട്. സോ ഇതിന് ട്രീറ്റ്മെൻറ്റ് ഭാഗമായിട്ട് നമ്മൾ ചിലപ്പോൾ അവരോട് പറയും സൈക്കോളജിക്കൽ കൗൺസിലിംഗ് വേണമെന്ന് പറയുമ്പോൾ അവർ പെട്ടെന്ന് ബുദ്ധിമുട്ടാണെന്ന് പറയും. സോ ദിസ് പ്ലേസ് എ മേജർ ഫാക്ടർ. അപ്പോൾ നമ്മൾ സൈക്കോളജിസ്റ്റിനെ കാണാനായിട്ട് നമുക്ക് നമ്മളോട് തുറന്ന് പറയാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. പിന്നെ സൈക്കോളജി ഇൻ ഡീറ്റെയിൽ ആയിട്ട് പോയിട്ട് എന്താ ട്രിഗർ റൂട്ട് കോസ് അനലൈസ് ചെയ്യണമെങ്കിൽ അവർ വേണം. നമുക്ക് നമ്മുടെ OPD-ൽ ഇരുന്നിട്ട് ഒരു IBS-നെ നമുക്ക് എത്രയൊക്കെ ബുദ്ധിമുട്ടാണ്. ആക്ച്വലി നമുക്ക് അങ്ങനെ പറ്റത്തില്ല. ഇപ്പം ഒരു ബിസി OPD ആണെങ്കിൽ ആക്ച്വലി അത് ഇപ്പോൾ നമ്മുടെ ഇടയ്ക്ക് പലപ്പോഴും പറയും, നമ്മുടെ ഒരു ശത്രുവിന് IBS പേഷ്യൻറ്റിനെ റെഫർ ചെയ്യുക എന്നുള്ള രീതിയിൽ ചിലപ്പോൾ പറയും. കാരണം ചിലപ്പം ടൈം അത്രയും ചിലപ്പോൾ കൺസ്യൂം ചെയ്യും. ആൻഡ് അവരുടെ ഒരു പേഷ്യൻ്റ് സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കൊടുക്കാനായിട്ടും ചിലപ്പോൾ ഭയങ്കര പാടായിരിക്കും. നമ്മളവരെ ഇരുന്ന് അവരോട് വളരെ സമാധാനപരമായി പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുകയോ ഇല്ല. ആൻഡ് യു വുഡ് ഹാവ് വേസ്റ്റഡ് യുവർ ഹാഫ് ആൻ അവറോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം. പിന്നെ ചില സമയത്ത് നമുക്കൊരു റെയർലി നമുക്കൊരു ഇത് വരും, മീൻസ് ഒരു ലാക്ടോസ് ഇൻടോളറൻസോ സിലിയാക് ഡിസീസോ ഇതൊക്കെ IBS ആയിട്ട് റോങ്ലി ഡയഗ്നോസ് ചെയ്തിട്ട് ഇങ്ങനെ വരുമ്പോൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഹിസ്റ്ററി നോക്കിയിട്ട് അവർ എന്ത് ട്രിഗറിങ് ഡയറ്റ് വരുന്ന മീൻസ് വ്യത്യാസം കൊണ്ട് ഇങ്ങനെ വന്നതാണ്. ചിലപ്പോൾ അവർ അത് പറയത്തില്ല, നമ്മൾ അങ്ങോട്ടോട് കൂടുതൽ ചോദിക്കണം, ഇന്ന ഡയറ്റ് കഴിച്ചിട്ട് വ്യത്യാസം വന്നിട്ടാണോ, അത് നിർത്തിയിട്ട് എങ്ങനെ വ്യത്യാസങ്ങളോ ശ്രദ്ധിച്ചിട്ടുണ്ടോ കാര്യങ്ങളൊക്കെ. സോ ദാറ്റ് ഇസ് ഓൾസോ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നോക്കേണ്ടതാണ്. ദാറ്റ് ഐ തിങ്ക് നമ്മൾ മേജർ പോർഷൻസ് കവർ ചെയ്തില്ലേ. IBS-നെ നമ്മൾ ക്യൂർ ചെയ്യോ? IBS ക്യൂർ എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് ബേസിക്കലി നമ്മൾ മനസ്സിലാവേണ്ടത് ഇറ്റ്സ് എ ക്രോണിക് ഡിസീസ്. സോ ക്രോണിക് ഡിസീസിൽ നമ്മളിപ്പം അതിൽ സിംറ്റമാറ്റിക് ഇമ്പ്രൂവ് ചെയ്ത് ദെൻ നമുക്ക് ഈ മറ്റേ മെഡിക്കേഷൻസ് സൈക്കാട്രിക് മെഡിക്കേഷൻസ് വേണോ വേണ്ടേ എന്നുള്ള രീതിയിൽ അത് കണ്ടിന്യൂ വേണം അവർക്ക്. അതെ, എപ്പോഴും ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ലോങ് ടേം ആയിരിക്കും. ഇത് മരുന്ന് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ അവരോട് പറയാം 5 ദിവസം മരുന്ന് കഴിച്ച് മാറുന്ന ഒരു അസുഖമല്ല. നിങ്ങൾക്ക് ഇത് 6 മാസമോ 1 വർഷമായിട്ടോ ചിലർക്ക് 5 or 10 വർഷമായിട്ടോ ഉള്ള അസുഖങ്ങളായിരിക്കും. ഇത് 5 ദിവസം മരുന്ന് കൊണ്ട് മാറുന്ന ഒരു അസുഖം ഒരിക്കലും അല്ല. ഇത് സമയം കൊടുക്കണം, നമ്മളിൽ വിശ്വസിക്കണം. ബേസിക്കലി നമ്മുടെ ട്രീറ്റ്മെൻറ്റിൽ അല്ലെങ്കിൽ ഡോക്ടറിലൊരു വിശ്വാസം ഉണ്ടെങ്കിൽ കുറേയൊക്കെ നമുക്കതിൽ ശരിയാക്കി എടുക്കാം. ആൻഡ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എല്ലാം ഒരു പരിധിവരെ എഫക്റ്റീവാണ്, പ്രൊവൈഡഡ് വി അഡ്രസ് ദ കോസ്. ഇതിൽ റൂട്ട് കോസിനെ നമ്മൾ അഡ്രസ്സ് ചെയ്ത് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് ഇതിൻ്റെ അകത്ത് കാണാറുണ്ട്.